ചേതന FM 90.8 ഇനി കേൾക്കാം പിങ്ക് ഡയറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് RJ ആര്യ. ടെക്നിക്കൽ സപ്പോർട്ട് അജയ് ഷാജി. നമസ്കാരം. ചേതന FM 90.8 എല്ലാവർക്കും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആര്യ. ഇന്ന് എൻ്റെ കൂടെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ, പിങ്ക് ഡയറീസിൽ രമ്യ റോഷ്നി മാം. ഈ ഒരു പേര് പറഞ്ഞാൽ തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. രമ്യ IPS എന്ന് കേട്ട് കഴിഞ്ഞാലായിരിക്കും കുറച്ചുകൂടെ സുപരിചിതമായിട്ടുള്ളൊരു പേര്. 2006 IPS സ്വന്തമാക്കിയ മാമാണ് ഇപ്പോൾ നമ്മളുടെ കൂടെ ഇവിടെ ഇരിക്കുന്നത്. മാം, വെൽക്കം ടു ചേതന FM 90.8. താങ്ക് യു. സുഖമായിട്ടിരിക്കുന്നോ? സുഖമാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സന്തോഷം. ഇങ്ങനെയൊരു ഇത് ചേതനയെക്കുറിച്ച് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ഒരു ദിവസം എന്തായാലും ഉടനെ തന്നെ വരാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പം ഇന്നിങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. ഒരുപാട് സന്തോഷം. ഞങ്ങൾക്കും സന്തോഷം കേട്ടോ മാമിനെ കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും. ആദ്യം തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ 2006 സിവിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്തു. 2007 അത് ഒരു സിവിൽ സർവീസ് മുഴുവൻ സമയ പരിശീലകയിലേക്ക് എത്തുകയായിരുന്നു. എന്ത് പറ്റി ആ ഒരു റോളിലേക്ക് വരാനുള്ളൊരു കാരണം എന്താണ്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ നമുക്ക് പോസ്റ്റിംഗ് കിട്ടുന്നത് വിവിധ സംസ്ഥാനങ്ങളിലേക്കാണ്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യം അനുസരിച്ച് കേരളത്തിൽ നമുക്ക് വേക്കൻസി ആക്ച്വലി ഇല്ലായിരുന്നു. കേരളത്തിൽ ഇല്ലെന്ന് മാത്രമല്ല, നമുക്ക് ഇന്നത്തെ നിയമങ്ങളല്ല അന്നത്തെ ഒരു അത് വെച്ചിട്ട് നമുക്ക് പിന്നെ നമ്മളുടെ സ്വന്തം സംസ്ഥാനത്ത് വേക്കൻസി ഇല്ലെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ റാൻഡമായിട്ട് എങ്ങോട്ടെങ്കിലും അലോക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത് മണിപ്പൂർ കേഡറായിരുന്നു. അപ്പോൾ മണിപ്പൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പം നിങ്ങൾ അവിടുത്തെ പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ടാവും, പക്ഷേ ഈ പ്രശ്നങ്ങൾ ഒരു 30 വർഷം മുമ്പേ ഉള്ളതാണ്. അപ്പം 100% ഈ ആർമി സൈനിക വിഭാഗങ്ങളുടെ നേതൃത്വത്തിലുള്ള കാര്യത്തിലാണ് അവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളൊരു പോലീസ് പോലെയുള്ളൊരു ജോലി എന്ന് പറയുമ്പോൾ അതിന് 2 പ്രശ്നമുണ്ട്. ഒന്ന്, പോലീസിന് അവിടെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ഈ ആർമിയുടെ പ്രസൻസ് ഉള്ളതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ജീവന് പോലും സത്യം പറഞ്ഞാൽ ആപത്ത് വരാവുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ മുഴുവൻ സമയ പരിശീലനത്തിലേക്ക് പിന്നെ വരാം എന്ന് തീരുമാനിച്ചത്. ശരിക്കും ഒരു IPS അല്ലെങ്കിൽ സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക എല്ലാവരുടെയും ആഗ്രഹമാണ്. മാമിന്റെ അങ്ങോട്ടേക്കുള്ള ഒരു ജേണി എങ്ങനെയായിരുന്നു? സിവിൽ സർവീസ് എൻ്റെ ആഗ്രഹമായിരുന്നോ എന്ന് ചോദിച്ചാൽ അത് മുഴുവൻ 100% അതൊരു കരിയർ എന്നുള്ള രീതിയിലായിരുന്നില്ല. വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന മത്സര പരീക്ഷ എന്ന് പറയാവുന്ന ഒരു സംഭവമാണ്. അപ്പം മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് നമുക്ക് വളരെ കൊച്ചിലെ തന്നെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യം. അപ്പോൾ അതിൻ്റെ ഭാഗം ഈ പറഞ്ഞ മത്സര പരീക്ഷകൾ എന്ന് പറയുമ്പോൾ നമുക്ക് സ്കൂളിൽ ഒക്കെ പഠിക്കുമ്പോൾ തന്നെ ഞാനൊരു 3ാം ക്ലാസ് മുതലേ തന്നെ ക്വിസ് മത്സരങ്ങൾ പോലെയുള്ള കാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരു മത്സര പരീക്ഷ, അപ്പോൾ അതിൽ വിജയിക്കുക എന്നുള്ള മോട്ടിവേഷനാണ് ശരിക്കും. നമ്മളിതൊരു ഗവൺമെൻറ് ജോലി എന്നുള്ള ഒരു കരിയർ എന്നുള്ളൊരു രീതിയിൽ അതിനെ ആലോചിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും വലിയൊരു മത്സര പരീക്ഷ ക്ലിയർ ചെയ്യുക എന്നുള്ള മോട്ടിവേഷനിലാണ് ഇതിലേക്ക് വരുന്നത് ശരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയൊക്കെ കിട്ടുന്നത് സ്കൂൾ കഴിയുന്ന ഒരു സമയത്താണ്. അപ്പം ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു സമയത്ത് തന്നെ അതിനുള്ള നമ്മൾ അടിസ്ഥാനപരമായ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയിരുന്നു. അപ്പം ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ആ സമയത്ത് ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ കോളേജിലൊരു സാർ ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് 1999 ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് അടുത്ത വർഷമായപ്പോഴത്തേക്ക് സാറിന് സർവീസ് കിട്ടി. സാർ ഇപ്പോൾ റെയിൽവേ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ ഇപ്പോൾ വർക്ക് ചെയ്യാണ്, അഷ്റഫ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സാറിൻ്റെ അടുത്തുനിന്നൊക്കെ ആ ഒരു ശരിക്കുള്ള ഒരു ഗൈഡൻസ് ആദ്യമേ തന്നെ കിട്ടിയിരുന്നു. പിന്നെ PG ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ആദ്യം സ്വന്തമായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ്റെ രീതിയിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാനൊരു 2003 ആയപ്പോഴത്തേക്കും ഞാൻ തിരുവനന്തപുരത്തേക്ക് മുഴുവൻ സമയം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ വന്നപ്പോൾ പിന്നെ നല്ല ഏറ്റവും മികച്ച നിലയിൽ നിന്ന് തന്നെ പറയാവുന്ന ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്കെല്ലാം തന്നെ വളരെ സുപരിചിതനായിട്ടുള്ള നമ്മുടെ കലക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന പ്രശാന്ത് അടക്കമുള്ള ആളുകൾ നമ്മുടെ കൂടെ ആ സമയത്ത് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പം അങ്ങനെ ഒരു ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയപ്പം നമ്മുടെ ഒരു പെർഫോമൻസ് അതനുസരിച്ചിട്ട് ഇമ്പ്രൂവ് ആയി. അങ്ങനെയാണ് നമ്മൾ അവസാനം ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പം അഗൈൻ ഈ പറഞ്ഞ പോലെ പോലീസ് സർവീസ് എന്ന് പറയുമ്പം അതിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ബിക്കോസ് നമ്മൾ അല്ലാതെ പഠിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവിടെ പഠിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ഇൻട്രസ്റ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മളവിടെ കുതിരസവാരി പഠിക്കുന്നു, നമ്മൾ ഷൂട്ടിങ് പഠിക്കുന്നു, അങ്ങനെ നമ്മൾ സാധാരണഗതിയിൽ അത്ര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കേഡറിൻ്റെ
ഇങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ അതൊരു കണ്ടിന്യൂ ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ പരിശീലനം കംപ്ലീറ്റ് ചെയ്തപ്പോഴത്തേക്കും തന്നെ വിട്ടിട്ട് മുഴുവൻ സമയമായിട്ട് പിന്നെ ഇതിലേക്ക് വരുവാണ്. ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലാസ് എടുക്കുന്നു. പ്രിപ്പയർ ചെയ്യുന്ന സമയത്തല്ല, കൃത്യമായിട്ട് പറഞ്ഞ ഒരു 10 വയസ്സ് മുതലേ ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പം പഠിപ്പിക്കുക എന്ന് പറയുന്നത് എപ്പോഴും കൂടെ ഉള്ളതാണ്. മാമിന്റെ ഒരു എന്താ പറയുക, ഒരു പാഷൻ ആയിരുന്നു ശരിക്കും ഈ പഠിപ്പിക്കുക എന്നുള്ളത്. പഠിക്കുക എന്നുള്ളത് ഓക്കെ, ഈ പഠിപ്പിക്കുക എന്നുള്ളതും അതും ഒരു എന്താ പറയുക ഒരു കരിയർ ആക്കി മാറ്റിയപ്പോൾ അതെങ്ങനെയായിരുന്നു? അത് ആക്ച്വലി അത് ഞാനൊരു പഴയ സംഭവം ഓർത്തെടുത്ത് പറയേണ്ടി വരും. അതായത് ഇപ്പം ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം നമുക്ക് നമ്മുടെ കേരളത്തിൽ നമ്മുടെ മലയാളം മീഡിയം സ്കൂളുകളിൽ ഇംഗ്ലീഷ് നമ്മൾ 4ാം ക്ലാസ് തൊട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 6ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഇങ്ങനെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി, അവള് ഈ പറഞ്ഞ ഓണപരീക്ഷയ്ക്ക് ഇംഗ്ലീഷിന് തോറ്റു. അപ്പം ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കാമോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഓക്കെ, ഞാൻ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം എൻ്റെ വീട് വേറെ സ്കൂളിൻ്റെ അടുത്തായിരുന്നു. അപ്പം എളുപ്പമാണ്. അപ്പം ഞാൻ എപ്പോഴും ആളുകൾക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക എന്നുള്ളതാണ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളൊരു മുഴുവനായിട്ടുള്ള കാര്യങ്ങളല്ല, ഒരു പരീക്ഷയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കുന്ന രീതിയിൽ ഞാൻ ആ കുട്ടിക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. ഞാൻ എന്താണ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇതിൽ രസമുള്ള കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ക്രിസ്മസിന്റെ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അത്തവണ ഇംഗ്ലീഷ് പരീക്ഷയിൽ എന്തോ ഞാൻ ശ്രദ്ധിക്കാതെ 1-2 തെറ്റുകൾ വരുത്തി. മാർക്ക് വന്നപ്പോ ഈ കുട്ടിയാണ് ഇംഗ്ലീഷിൽ ക്ലാസ്സിൽ ടോപ്പർ ആയത്. എനിക്ക് സങ്കടമല്ല, ഭയങ്കര സന്തോഷം തോന്നി. മേ ബി അപ്പോൾ അത്, പക്ഷേ ഇതല്ല, ഞാൻ ടീച്ചിങ് ആക്ച്വലി അതിന് മുമ്പേ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് വളരെ ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ആ ഒരു ഇത് പിന്നെ 10ാം ക്ലാസ്സിലായപ്പോഴും ഇതുപോലെ കുറെ കുട്ടികൾ ഒഫീഷ്യലായിട്ടൊന്നും അല്ല, പക്ഷെ ഞാൻ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ പറയുവാണെങ്കിൽ നമ്മൾ കേരളത്തിൽ ആ ഒരു സമയം എന്ന് പറയുമ്പം നമ്മൾ ഈ സാക്ഷരതാ മൂവ്മെന്റ്, ലിറ്ററസി മൂവ്മെന്റിന്റെ സമയമാണ്. അപ്പം ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയാണ് അത് നടത്തുന്നത്. ഇപ്പം പരിഷത്തുമായിട്ട് എനിക്ക് കണക്ഷൻസ് ഉണ്ട്. പരിഷത്തിന് ഈ ബാലവേദി എന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ സംഭവം ഉണ്ടല്ലോ. അപ്പം ഞാൻ അവിടെ നമ്മുടെ അടുത്തുള്ള ബാലവേദി സെക്രട്ടറിയാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ, അപ്പം അവര് വന്നിട്ട് ഈ പ്രായമുള്ള ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ, അക്ഷരം പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ, അപ്പം നമ്മളുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പ്രായമുള്ള എൻ്റെ അമ്മയുടെ പ്രായം തന്നെയുള്ളൊരു ഉമ്മ, അവർക്ക് ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ നമ്മളുടെ അടുത്തുള്ള ആദിവാസി കോളനികളുണ്ട്, അവിടെ ഞാൻ ഇവരുടെ കൂടെ പോയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ മ്യൂസിക്കും സംഭവങ്ങളും കുറെ അവയർനെസിന്റെ പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിലെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ വയനാട് ജില്ലയിലെ ആ സമയത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ, അതെ, ലിറ്ററസി മൂവ്മെന്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഇൻസ്ട്രക്ടർ ഞാനാണ്. ഞാനൊരു ട്രെയിനിങ് പ്രോഗ്രാമിന് പോയപ്പോഴും അത് മനസ്സിലായത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ടീച്ചിങ് എക്സ്പീരിയൻസ് എപ്പോഴും ഉണ്ട്. പിന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പെർസെ ഞാൻ ഡിഗ്രിക്കും പി ജിക്കും പഠിക്കുമ്പോൾ ആസ് ഇറ്റ് ഈസ് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും, ഞാൻ പി ജി കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഈ ഞാൻ സോഷ്യോളജി പോലൊരു സബ്ജക്ട് പഠിച്ചുകൊണ്ട് പ്രൈവറ്റ് ആയിട്ട് സോഷ്യോളജി എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പൊ അവര് സംശയങ്ങൾ ചോദിച്ചു വരും. അപ്പൊ അവർക്ക് ആ സമയം തൊട്ടേ, അതായത് ഒരു 2001 മുതൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ തിരുവനന്തപുരത്തേക്ക് സിവിൽ സർവീസ് കോച്ചിങ്ങിന് വന്നപ്പോൾ അവിടെ ഈ കറണ്ട് അഫയേഴ്സ് പോലെയുള്ള കാര്യങ്ങൾ, പിന്നെ അതിലും പ്രധാനം എനിക്ക് തോന്നുന്നു, ഞാനൊരു ടീച്ചർ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഞാനൊരു സ്ട്രാറ്റജിസ്റ്റ് ആണ്. ആളുകൾക്ക് ഈ ഇപ്പോഴും സിവിൽ സർവീസ് കോച്ചിങ്ങിലായപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറയുന്നു എന്നുള്ളത് കണ്ടുപിടിക്കാൻ, അതിനുള്ള വഴി കണ്ടുപിടിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടി രസം. അതാണ് എളുപ്പമല്ല, എനിക്ക് കുറച്ചുകൂടി ഒരു രസമുള്ള പണി. അതായത് നമ്മളിപ്പോ ഒരു പഠിച്ച വിഷയം, അതായത് ഇന്നത്തെ കാലത്ത് ഇപ്പം നമുക്കൊരു ഇൻഫർമേഷന് നമ്മൾ ഒരാളിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ഇഷ്ടം. ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ടുള്ള ഈ പറഞ്ഞ നമ്മൾ മെന്ററിംഗ് എന്നോ കൗൺസിലിംഗ് എന്നോ ഒക്കെ പറയുന്ന പോലത്തെ കാര്യങ്ങൾ. അപ്പൊ അത് സമയം തൊട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു IPS അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാം മാം ക്ലിയർ ചെയ്തു, ഇപ്പോൾ മുഴുവൻ സമയ പരിശീലകയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സിവിൽ സർവീസ് എക്സാമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ എത്ര പേര് വരുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി എങ്ങനെയാണ്? സ്ത്രീകൾ മുന്നോട്ടേക്ക് വരുന്നുണ്ടോ? സിവിൽ സർവീസ് പോലെയുള്ളൊരു എക്സാമിന് പെൺകുട്ടികൾ എഴുതുന്നവരുടെ എണ്ണം ആവശ്യത്തിന് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഓരോ വർഷവും ക്ലിയർ ചെയ്യുന്നവരുടെ എണ്ണം എടുത്ത് നോക്കിയാൽ ഏകദേശം 30% പെൺകുട്ടികളാണ് ഓരോ വർഷവും. മൊത്തം വിജയികളുടെ കൂട്ടത്തിൽ ഒരു 30% പെൺകുട്ടികൾ. പക്ഷെ എപ്പോഴും നമ്മൾ നോക്കുവാണെങ്കിൽ ഏറ്റവും മികച്ച റാങ്കുകളിൽ പെൺകുട്ടികൾ ധാരാളമായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പം നമ്പർ പെർസെ എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈവൻ നമ്മൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എടുത്ത് നോക്കുവാണെങ്കിലും പെൺകുട്ടികളുടെ എണ്ണം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് ജോലിയും കുറെ കൂടെ ഒരു സേഫ്റ്റി സെക്യൂരിറ്റി അങ്ങനെ ഒരു രീതി ആയതുകൊണ്ട് തന്നെ പെൺകുട്ടികളുടെ എണ്ണം പങ്കെടുക്കുന്ന, അതായത് എത്ര പേര് വരുന്നു എന്ന് ചോദിച്ചാൽ അത് ആവശ്യത്തിനുള്ള ആൾ. ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ മിക്കവാറും വീട്ടിൽ നിന്നുള്ള ഒരു സപ്പോർട്ടാണെങ്കിലും കിട്ടുന്ന ഒരു കാര്യമായതുകൊണ്ട് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇപ്പോൾ മാമിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്കറിയാം ജോലി ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു സ്ത്രീയാണ്, ഭാര്യയാണ്, എല്ലാമാണ് അല്ലേ.
അപ്പോൾ ശരിക്കും മാം എങ്ങനെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്? ഒരു സ്ത്രീയെ സംബന്ധിച്ചിപ്പോൾ നമ്മൾ പൊതുവേ പറയാറുണ്ട്, ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല റോള് ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയാറുണ്ട് അല്ലേ? ഇതിൽ മാമിൻ്റെ ഒരു ദിനചര്യ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയായിരിക്കും? ഇപ്പം എൻ്റെ കാര്യവും നമുക്കിത് പൊതുവേ ഉള്ള ഒരു കാര്യവും തമ്മിലെന്ന് പറയുമ്പം അതിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് പൊതുവേ നമ്മൾ പ്രത്യേകിച്ചും നമ്മൾ കേരളം പോലെയുള്ളൊരു സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ ആളുകളുടെ ഒരു എന്താ പറയുക, ഇപ്പം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എടുത്താലും നല്ല രീതിയിൽ വരുന്നുണ്ട്, ജോലിയുടെ കാര്യം എടുത്താലും സ്ത്രീകൾ ജോലി ചെയ്യുന്നത് അത്ര അസാധാരണമായ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ ഒരു 100 വർഷം മുമ്പ് എടുത്താൽ തന്നെ കേരളത്തിലെ സ്ത്രീകൾ ടീച്ചർമാരായാലും നഴ്സിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളിലാണെങ്കിലും സ്ത്രീകൾ ജോലി എടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴും ഇതിലൊരു പ്രശ്നം ആയിട്ട് തോന്നിയിട്ടുള്ളത് വീട്ടിലെ ജോലികളുടെ പോലെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ചതൊരു വിഷയമേ അല്ല. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് ഈ പറഞ്ഞ പോലെ വീട്ടിലെല്ലാ ജോലികളും ചെയ്യാൻ നല്ലപോലെ അറിയുന്ന ആളായതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഒരു പ്രത്യേകിച്ച്, അതായത് നമുക്ക് രണ്ടുപേർക്കും, അതായത് വേറെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന 2 ആൾക്കാരായതുകൊണ്ട് തന്നെ അവരവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, ഒന്നിച്ച് കഴിക്കുക എന്നുള്ളൊരു രീതിയൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അത് പൊതുവേ അങ്ങനെ ഒരു രീതിയല്ല. ഇപ്പം അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കില്ല അല്ലേ? അല്ല, അതായത് ഇപ്പം ഏത് രീതിയിലുള്ള അച്ചീവ്മെൻ്റ് ഉള്ള ആളാണെങ്കിലും, അതായത് ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മൾ എറണാകുളത്തെ ഒരു വനിതാ മേയർ, ഇതിന് മുമ്പുണ്ടായിരുന്ന വനിതാ മേയർ സൗമിനി ജെയിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഈ പറഞ്ഞ പോലെ അവരുടെ നിങ്ങൾ എന്തൊക്കെയാണ് പാചകം ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് പോകുന്നത്. അവർക്ക് മറ്റൊരു ഫുൾ ടൈം കരിയർ ഉണ്ട് എന്നുള്ളത് അവിടെ ഒരു വിഷയമല്ല. അതുപോലെ 2 ദിവസം മുമ്പ് നവ്യ നായരുടെ മകനുമായിട്ടുള്ള ഇൻ്റർവ്യൂ നിങ്ങളത് ശ്രദ്ധിച്ച് അത് റീൽ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ അത് സാധാരണഗതിയിൽ അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ ഒരു പ്രസക്തിയില്ല. പക്ഷെ എന്താ പോലും നമ്മൾ ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഏതെങ്കിലും കാരണവശാൽ അടുക്കളയിൽ കയറി ഒരു നേരം പാചകം ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഭയങ്കര കുറ്റബോധം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ മാത്രം സ്ത്രീകളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്ന ഒരു പ്രശ്നമുണ്ട്. അത് മാത്രമല്ല, സ്ത്രീകൾ സ്വന്തം വീട്ടിൽ പാചകം ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, അത് നിർബന്ധമായും ചെയ്യേണ്ട ഒന്നെന്നുള്ള രീതിയിലും, പുരുഷന്മാർ അത് ചെയ്യുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ഒരു ഔട്ട് ഓഫ് ദ വേ പോയിട്ട് ഒരു സഹായം ചെയ്യുന്ന പോലെ അവരുടെ വീട്ടിൽ അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം എന്നുള്ള രീതിയിലല്ല അതിനെ കാണുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നം നല്ല രീതിയിലുള്ളതായിട്ട് അനുഭവിക്കുന്നത് നമ്മളെല്ലാ പൊതുവെ അങ്ങനെ ഒരു പ്രശ്നം ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതാണ് മാമിന് പറയാനുള്ളത് അല്ലേ? പൊതുവേ ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ ഏത് ഉന്നത തലത്തിൽ അല്ലെങ്കിൽ ഉന്നത പദവി വഹിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും അതൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ, മറിച്ച് നമ്മൾ ചിലപ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിച്ചിരിക്കും, എങ്ങനെയായിരിക്കാം അവരുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെയായിരിക്കാം വീട്ടിലുണ്ടായിരിക്കാമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കാം എന്നൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ചിന്തിക്കും. അത് എനിക്ക് തോന്നുന്നു ഒരു പൊതുബോധമാണ്, നമ്മുടെ സമൂഹത്തിൽ ഒരു പൊതുബോധമായിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ? ഇപ്പോൾ മാമിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ലീഡർഷിപ്പിലേക്ക് വരുമ്പോൾ സ്ത്രീകൾക്ക് ലീഡർഷിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പദവി അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക ഒരു കാര്യം ഒരു സ്ത്രീക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും എന്നാണ് മാമിന് തോന്നുന്നത്? ലീഡർഷിപ്പ് പോലെയുള്ളൊരു കാര്യത്തിൽ സ്ത്രീ പുരുഷൻ അങ്ങനെ നമുക്ക് പൊതുവായിട്ടൊരു രീതികളോ അങ്ങനെ ഒരു വ്യത്യാസങ്ങളോ പറയാൻ പറ്റുമെന്ന് വളരെ സംശയമാണ്. എന്താണെന്ന് വെച്ചാൽ 100% ആ ഒരു വ്യക്തി ഒരു ഉത്തരവാദിത്തമുള്ളൊരു ജോലി കൊടുത്താൽ എങ്ങനെ ചെയ്യും എന്നുള്ളത് പൂർണ്ണമായും അത് ആ വ്യക്തിയെ മാത്രം അടിസ്ഥാനപ്പെടുത്തി പറയേണ്ട ഒരു കാര്യമാണ്. അപ്പം അവരുടെ പിന്നെ നമ്മളുടെ ഒരു ലീഡർഷിപ്പ് എന്ന് പറയുമ്പം അത് ഒരു സ്ഥാപനത്തിൻ്റെ നേതൃത്വമാണെങ്കിൽ അത് ചിലപ്പം ഫോർ എക്സാമ്പിൾ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനാണെങ്കിൽ അത് വേറെ രീതിയിലായിരിക്കും. നമ്മൾ പൊളിറ്റിക്സ് ഒക്കെ പോലെയുള്ള ഒരു ഇതിലെന്ന് പറയുമ്പം ചിലപ്പോഴെങ്കിലും ഉയർന്നു വരുന്ന വനിതാ നേതാക്കന്മാർക്ക് അവർ കുറച്ചുകൂടെ ആ ഒരു അധികാരം കാണിക്കുന്ന, നമ്മളൊരു ഏകാധിപത്യം എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം ചിലപ്പോഴെങ്കിലും ആവശ്യം വരുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിലെ മുൻ മുഖ്യമന്ത്രി ജയലളിതയാണെങ്കിലും നമ്മുടെ ബംഗാളിലെ മമതാ ബാനർജി ആണെങ്കിലും അവരുടെ ഒരു രീതികൾ, അതായത് അവർ മറ്റുള്ളവരെക്കാളും കൂടുതൽ ആ ഒരു അധികാരം കാണിച്ചാലേ അവർക്ക് ആ ഒരു അംഗീകാരം കിട്ടുള്ളൂ എന്നുള്ളൊരു പ്രഷർ അവിടെ ഉള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ലീഡർഷിപ്പിന്റെ കാര്യത്തിൽ അത് 100% വ്യക്തികളുടെ ഒരു വ്യത്യാസമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഒരു വനിത എന്ന നിലയിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ കുറേ ഇപ്പോൾ മാം പറഞ്ഞതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു വനിതാ ഓഫീസർ അല്ലെങ്കിൽ ഒരു മുഴുവൻ സമയ പരിശീലക എന്ന നിലയിൽ നമ്മൾ മാമിന് എപ്പോഴെങ്കിലും സ്വയം ഞാൻ ഇന്നതാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് തെളിയിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ ഈ ഒരു സമൂഹത്തിന് മുന്നിലാണെന്നുണ്ടെങ്കിലും? തെളിയിക്കേണ്ടി വന്നിട്ടുണ്ട്, പക്ഷെ അത് ഒരു വനിത എന്നുള്ള നിലയിൽ മാത്രമല്ല. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് പല കാരണങ്ങളും ഉണ്ട്. നമുക്കത് സാധിക്കില്ല എന്ന് പറയുന്ന ആളുകൾ ചുറ്റും ഉണ്ടാവാം. ഇപ്പം എനിക്കാണെങ്കിൽ അത് കുറേ പഴയ
എക്സാമ്പിൾസ് തന്നെ പറയേണ്ടി വരും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സ്കൂളിലെ ഒരു മ്യൂസിക് ടീച്ചർ, അപ്പോൾ അവര് സ്കൂളിലെ മ്യൂസിക് പ്രോഗ്രാമുകൾക്കൊന്നും എന്നെ വിളിക്കല്ല, എന്നെ പങ്കെടുപ്പിക്കില്ല. ഇത് നമ്മൾ ഗ്രൂപ്പ് സോങ്ങിന്റെ ഒക്കെ ടീമൊക്കെ സെറ്റ് ചെയ്യണമല്ലോ, അപ്പോൾ അതിന് അവരെന്നെ വിളിക്കില്ല. അപ്പം ഓക്കെ, വിളിക്കാത്തതിന്റെ കാരണം അത് വേറെ വളരെ രസകരമായ കാരണമാണ്. അതായത് അവരുടെ ഹസ്ബൻഡ് ഒരു മാത്സ് ടീച്ചറാണ്. അപ്പൊ നമ്മുടെ സ്കൂളിൽ ഒരുവിധം കുട്ടികളെല്ലാം പുള്ളിയുടെ അടുത്ത് ട്യൂഷന് പോകും, ഞാൻ പോവാറില്ല. കാരണം അത്രേ ഉള്ളൂ, വളരെ ലളിതമായ കാരണമാണ്. എൻ്റെ വീട്ടില് അങ്ങനെ പ്രൈവറ്റ് ട്യൂഷന്റെ ഒരു ആവശ്യമുള്ളതായിട്ട് തോന്നാത്തതുകൊണ്ട് എന്നെ വിട്ടില്ല, എനിക്കും തോന്നിയില്ല, പോയില്ല, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഇതാണ് കാരണം. അപ്പൊ കാരണം എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ എനിക്കതിൽ വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു പ്രോഗ്രാമിൽ ഇതുപോലെ എനിക്ക് പാടേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അത് സ്കൂൾ തലത്തിലുള്ള മത്സരത്തിൽ. അപ്പോൾ അത് പാടിയപ്പം അതെല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇവരെന്നോട് വന്നിട്ട് നിനക്ക് എന്തൊക്കെയോ ത്രോട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തതെന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു വിശദീകരണം വന്നു. എനിക്കത് ഭയങ്കര തമാശയായിട്ടത് തോന്നിയത്. ഇതുപോലെ തന്നെ പിന്നീട് നമ്മൾ ഇതിനേക്കാളും രസകരമായിട്ട് പറയാനുള്ളത്, ഞാൻ സിവിൽ സർവീസ് തീരുമാനിച്ചത് ആ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു സമയത്താണ് ഞാൻ ശരിക്കും അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ അവിടെ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്ന ഒരു ബന്ധു, അപ്പോൾ ആള് ഇങ്ങനെ പറഞ്ഞു, എന്താണ് നമുക്കൊന്നും പറ്റിയ ഒരു കാര്യമല്ല അത്, എന്നോട് നേരിട്ട് ഉള്ള ഇതൊന്നും പറഞ്ഞൂടാ, മൊത്തത്തിൽ നമുക്കൊന്നും അത്ര ശരിയാവില്ല, ഇതൊക്കെ നോർത്ത് ഇന്ത്യക്കാർക്കല്ലേ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ അത്ര കാര്യമാക്കിയില്ല. അതൊക്കെ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് ഞാൻ എല്ലാ സ്റ്റേജും കഴിഞ്ഞ് എൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഇൻ്റർവ്യൂ പോകാൻ നിൽക്കുവാണ്. അപ്പം ഞാൻ ഇൻ്റർവ്യൂ പോകാൻ നിൽക്കുന്ന സമയത്ത് ഈ ആളെ കണ്ടു. അപ്പം കുടുംബത്തിൽ വേറൊരു ചടങ്ങുണ്ടായിരുന്നു. അപ്പം ഇതിൽ രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഇതിൽ നമ്മുടെ വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തൊരു ബന്ധു ഞാനിങ്ങനെ പോകാൻ പോകുന്നു പറഞ്ഞപ്പോൾ, നീ ഇങ്ങനെ വലിയ ആളായി വന്നിട്ട് വേണം നമുക്ക് നാട്ടിലൊക്കെ പറഞ്ഞു നടക്കാൻ എന്ന് അവർ പറഞ്ഞു. അവർക്കൊരു 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത ആളാണ്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണമാണ്. ആ വർഷം കേരള കേഡറിലേക്ക് IPS കിട്ടിയിട്ട് 2 മലയാളി ഓഫീസേഴ്സ് വന്നിരുന്നു. അപ്പം എനിക്കിവർ രണ്ടുപേരെ അറിയാം, അത് പുള്ളിക്ക് അറിയില്ല. നീ കണ്ടില്ലേ ഇപ്പം കേരളത്തിലോട്ട് IPS കിട്ടിയിട്ട് വന്ന ആള്, അയാളുടെ ഫാദർ IAS ആണ്. അപ്പൊ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ഇത് കിട്ടുള്ളൂ, അങ്ങനെയുള്ളൊരു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ പത്രം വായിക്കുമ്പോൾ മുഴുവൻ വായിക്കണം. ഒന്ന് IAS-കാരന്റെ മകനാണ്, സമ്മതിച്ചു. പക്ഷെ മറ്റേ ആള്, ദ അതർ IPS ഓഫീസർ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് മൂന്നാറിലെ തോട്ടത്തൊഴിലാളികളാണ്. അങ്ങനെയുള്ളൊരു മറുപടിയാണ് തിരിച്ചു. അപ്പൊ ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞു, ഇപ്പൊ ഒരു IAS-കാരന്റെ മകനും ഒരു തോട്ടം തൊഴിലാളിയുടെ മകനും ഒന്നിച്ച് ഒരേ പൊസിഷനിൽ എത്താൻ പറ്റുമെങ്കിൽ ആ പരീക്ഷയിൽ എന്തോ ഉണ്ട്. എന്നിട്ട് അവസാനം റിസൾട്ട് വന്നപ്പോ ഈ വ്യക്തി തന്നെ എന്നെ വിളിച്ചിട്ട് നമുക്ക് താജിൽ പോയി ഡിന്നർ കഴിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല, അത് വേറെ കാര്യം. അപ്പൊ ഇത് എനിക്ക് ജെൻഡർ ഇതിനേക്കാളും നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരിൽ നിന്നുണ്ടാവുന്ന അനുഭവങ്ങൾ, ഈ പറഞ്ഞ അനുഭവങ്ങൾ എപ്പോഴും ഉണ്ട്. പക്ഷെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മളിത് വിശദീകരണം കൊടുക്കുക എന്നുള്ളതിനേക്കാളും ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ പോലീസ് അക്കാഡമി പോലുള്ള ഒരു സ്ഥലത്ത് തന്നെ, പോലീസ് അക്കാഡമി അല്ല, നമുക്ക് അവിടെ എല്ലാവരും ബോയ്സിനെയും ഗേൾസിനെയും ഒരേപോലുള്ള ട്രെയിനിങ് ആണ്. പുറത്ത് ഒക്കെ വരുമ്പോൾ നമ്മൾ ഫിസിക്കലായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയക്കാളൊക്കെ വരും. ഇപ്പം എനിക്ക് വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ ജെൻഡർ ആംഗിൾ പറഞ്ഞപ്പോഴാണ്, ഞാൻ അത്യാവശ്യം ട്രക്കിംഗ് പോവാൻ ഇഷ്ടമുള്ള ആളാണ്. അപ്പം നമ്മൾ വയനാട് പോലുള്ള സ്ഥലത്ത് ജനിച്ചു വളർന്നുകൊണ്ട് തന്നെ നടപ്പ് ഒരു പ്രശ്നമേ അല്ല. നമുക്കതൊക്കെ ഇപ്പോഴും അതൊരു വിഷയമേ അല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും കിലോമീറ്ററുകൾ നടക്കുമ്പം അത് നിങ്ങളെ കൊണ്ട് പറ്റുമോ, ക്ഷീണിക്കില്ലേ എന്നൊക്കെയുള്ള ചോദ്യം. പക്ഷെ അതവർ നമ്മൾ ചെയ്ത് കാണിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി തീരുന്നുള്ളതാണ്. പലപ്പോഴും ഈ ഫിസിക്കൽ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അത്രയേ ഉള്ളൂ പേഴ്സണലി പറയുകയാണെങ്കിൽ. അപ്പം ജെൻഡർ ആംഗിളിൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ, നമ്മളിപ്പോൾ ഞാനൊരു 10 കിലോമീറ്റർ ഓടാൻ പോവാണെന്ന് പറയുമ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുമോ എന്നൊരു ചോദിക്കും. അങ്ങനെയുള്ള ചില റിയാക്ഷൻസ് മാത്രമേ പൊതുവെ വന്നിട്ടുള്ളൂ. അല്ലാതെ പിന്നെ നമ്മൾ പഠിപ്പിക്കുമല്ലേ, പഠിപ്പിക്കുന്നിടത്ത് പൊതുവെ അത്തരത്തിലുള്ള അനുഭവങ്ങൾ കുറവാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നേരിട്ട് അധികം ഇല്ല. പക്ഷെ അത് സൊസൈറ്റിയിൽ അത് വളരെ കൂടുതലാണ്, കൂടുതലായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ എന്തായാലും മാം പാട്ട് പാടും എന്നറിഞ്ഞു, ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് പാടും. പെട്ടെന്നൊരു പാട്ട് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും ഒരു പാട്ട് പാടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും മാം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഭയങ്കര സ്മൂത്ത് ആയിട്ട് പാടുന്ന ഒരു പാട്ടുണ്ടായിരിക്കത്തില്ലേ? എപ്പോഴും ആര് ചോദിച്ചാലും ഞാൻ ആലോചിച്ചത്. നോർമലി നമ്മളൊരു സിറ്റുവേഷൻ നോക്കിയിട്ടാണ് പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത്. അപ്പം കുഴപ്പമില്ല, ഇവിടെ മാമിന് ഇഷ്ടമല്ല ഏത് പാട്ട് പാടാം.
രാവിലെ തന്നെ അച്ഛനെ കണ്ടതുകൊണ്ടാണോന്ന് അറിയില്ല, എനിക്ക് മനസ്സിലിപ്പം ഭക്തിയാണ് വരുന്നത്. മനസ്സിൽ വരുന്ന ഏത് പാട്ടും പഠിക്കും? സിനിമ പാട്ട് തന്നെ, പക്ഷെ സംഭവം ഭക്തിയാണെന്നേ ഉള്ളൂ. വാഴ്ത്തിടും നീതാ സ്വർഗനായക കാത്തുകൊള്ളുക നീ സർവദായക വിണ്ണിൽ വാഴും നിന്റെ രാജ്യം വന്നിടേണമേ മധുരം നിന്നാമം പാവനം വാഴ്ത്തിടും നീതാ സ്വർഗനായക കാത്തുകൊള്ളുക നീ സർവദായക. അടിപൊളി. സീരിയസ്ലി കേൾക്കാനൊരു എന്താ പറയുക, ഒരു വെറൈറ്റി ശബ്ദമാണ് കേട്ടോ മാം. നല്ല രസമുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചല്ലോ. അപ്പോൾ 2007 മുതൽ മാം സിവിൽ സർവീസ് പരിശീലകയാണ്. അന്ന് തൊട്ട് കുറേ കുട്ടികളെ പഠിപ്പിച്ചതേ വരികയാണ്. മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയുമ്പം നമുക്ക് ഏറ്റവും സന്തോഷമുള്ള, ഏറ്റവും സംതൃപ്തി നൽകിയൊരു സംഭവം പറയുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ 2 സംഭവങ്ങൾ എനിക്ക് ഒരേ സമയം മൈൻഡിലേക്ക് വരുന്നു. പക്ഷേ കൂടുതൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വളരെ മിടുക്കിയ ഒരു കുട്ടി അപ്പം സിവിൽ സർവീസ് ഇൻ്റർവ്യൂവിന് പോയി. അവസാന ലിസ്റ്റ് വന്നപ്പോൾ ആളുടെ പേരില്ല. അപ്പോൾ ആളുടെ പേരില്ല. പിന്നെ മാർക്കൊക്കെ വന്ന് നോക്കിയപ്പോഴും ഒരു 3-4 മാർക്കിനാണ് മിസ്സായത്. അപ്പം നോക്കിയപ്പോഴും ഒരു പേപ്പറിന് മാർക്ക് വളരെ കുറവാണ്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, ഒരു RTI കൊടുക്കൂ, നീ വാല്യുവേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ഉറപ്പിക്കണമല്ലോ, അങ്ങനെ കൊടുത്തോളം പറഞ്ഞു. അപ്പോൾ RTI നോക്കിയപ്പം അങ്ങനെ പ്രശ്നമൊന്നും, വാല്യുവേഷനിലെ ഇഷ്യൂ അല്ല, ശരിക്കും മാർക്ക് കുറഞ്ഞതാണെന്ന് പറഞ്ഞു. പക്ഷെ 3-4 മാർക്കിൻ്റെ വ്യത്യാസമാണ്. അപ്പം ഞാൻ ആളോട് പറഞ്ഞു, നീ ഇത്തവണ സർവീസ് കിട്ടിയിട്ട് കൂടുതൽ മികച്ച റാങ്കിന് വേണ്ടി അടുത്ത പ്രാവശ്യം എഴുതുകയാണ് എന്ന് വിചാരിച്ചിട്ട് വേണം അടുത്ത അറ്റംപ്റ്റ് കൊടുക്കാൻ. അതായത് നിനക്ക് ഇപ്പോഴേ ഈ ചിത്രം വെച്ചിട്ടൊരു സർവീസ് കിട്ടി, പക്ഷെ നീ IAS കിട്ടാൻ വേണ്ടിയാണ് എഴുതുന്നത്. ഞാനത് അങ്ങ് ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മൾ പറയുന്ന വാക്കുകൾ എപ്പോഴും അതിൻ്റെതായ ഒരു ശക്തി ഉണ്ടല്ലോ. നമ്മൾ പറയുമ്പോൾ സൂക്ഷിച്ച് പറയണമെന്ന് എപ്പോഴും പറയുമല്ലോ. ആ വർഷം ആ കുട്ടിക്ക് സപ്ലിമെന്ററി ലിസ്റ്റ്, എല്ലാ വർഷവും UPSC പ്രസിദ്ധീകരിക്കാറില്ല, പക്ഷെ ആ വർഷം ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് വന്നിട്ട് ശരിക്കും ആ കുട്ടിക്ക് സർവീസ് അലോക്കേഷൻ വന്നു. അപ്പൊ അത് അടുത്ത പ്രാവശ്യം എഴുതാൻ ആൾക്ക് നല്ല രീതിയിൽ ഒരു ഇൻസ്പിറേഷനായി. അപ്പം ഞാൻ അത് അങ്ങനെ ഒരു ലിസ്റ്റ് വരും എന്ന് വിചാരിച്ചൊന്നും പറഞ്ഞതല്ല, ഒരു മോറൽ ബൂസ്റ്ററായിട്ട് പറഞ്ഞതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു സ്റ്റുഡൻറ്റ് വളരെ മിടുക്കിയാണ്. 12th കഴിഞ്ഞ് നേരെ എഴുതി കേരള എൻട്രൻസിൽ 28ാമത്തെ എന്തോ റാങ്ക് വാങ്ങി MBBS കഴിഞ്ഞു. ആദ്യ അറ്റംപ്റ്റിൽ തന്നെ പ്രിലിം ക്ലിയർ ചെയ്തു. മെയിൻസ് റിസൾട്ട് വന്നപ്പോൾ ഇതുപോലെ വളരെ കുറച്ച് മാർക്കിന്, 4-5 മാർക്കിൻ്റെ വ്യത്യാസത്തിനാണ് ഇൻ്റർവ്യൂ കോൾ മിസ്സാവുന്നത്. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ കുട്ടി ഒരു പരീക്ഷയിൽ പരാജയപ്പെടുന്നത്. അപ്പോൾ കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് ചോദിച്ചു അവൾക്ക് ഇനിയൊരു അറ്റംപ്റ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ മുന്നിൽ വന്നതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, ഒരു കാരണവശാലും അടുത്ത അറ്റംപ്റ്റ് കൊടുക്കാതിരിക്കരുത്. അപ്പം അടുത്ത പ്രാവശ്യം നമ്മൾ കൂടെ നിന്നു, എല്ലാ കാര്യങ്ങളും കുറച്ചുകൂടെ എവിടെയൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് ശ്രദ്ധിക്കാൻ പറ്റി. മെയിൻസ് കഴിഞ്ഞു, ഇൻ്റർവ്യൂവിൻ്റെ റിസൾട്ട് വന്നു, ഇൻ്റർവ്യൂവിന് കോൾ വന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ അത് ഈ കുട്ടിയുടെ വളരെ രസകരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ നന്നായി പഠിക്കാൻ പിടിക്കുകയാണ്, MBBS കഴിഞ്ഞു, നേരെ സിവിൽ സർവീസ് പ്രിപ്പറേഷന് വന്ന് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ്. ഈ കുട്ടി ഇന്റർവ്യൂ പോകുന്നതിന് മുമ്പ് എന്നെ വിളിച്ചിട്ട് വളരെ ഇതുവരെ ആരും ചോദിക്കാത്തൊരു കാര്യം പറഞ്ഞു. ഞാൻ വളരെ ബോറിംഗ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് ഞാൻ ആകെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണ്. സ്കൂളിൽ പഠിക്കാൻ പറ്റുമ്പോൾ സ്കൂളിൽ ടോപ്പറാണ്, MBBS കഴിഞ്ഞു, അവിടെ നല്ല മാർക്ക് കിട്ടി, ഇപ്പൊ സിവിൽ സർവീസ് ഇന്റർവ്യൂ പോകുന്നു. ഞാൻ അല്ലാതെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെന്നല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ വളരെ ബോറിംഗ് ആയ ഞാൻ ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ പോയാൽ എനിക്ക് മാർക്ക് കിട്ടുമോ? ഇതാണ് ആൾ ചോദിച്ചത്. അപ്പൊ എനിക്ക് ആ ചോദ്യം വളരെ ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ പറഞ്ഞു, സിവിൽ സർവീസ് പരീക്ഷയുടെ ഒരു രസം എന്താന്ന് വെച്ചാൽ അവര് നിങ്ങൾക്ക് മിനിമം 21 വയസ്സ്, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ, ഇത്ര മാത്രമേ അതിന് ക്രൈറ്റീരിയ ഉള്ളൂ. എത്ര മാർക്ക് എന്ന് പോലും ഇല്ല, ഡിഗ്രിക്ക് പാസ്സാവണം എന്ന് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് പാസ്സാവണം, 50% എന്ന് പോലും പറയുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അതിൽ കൂടുതൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരത് ആദ്യം പറയുമായിരുന്നു, ഇത്ര എക്സ്ട്രാ കരിക്കുലർ അച്ചീവ്മെന്റ്സ് വേണം. അവരൊന്നും പറയാത്ത സ്ഥിതിക്ക് യു ആർ ഓക്കെ, യു ആർ ക്വാളിഫൈഡ്.
പിന്നെ ഞാൻ പറഞ്ഞു വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രൊഫൈൽ വെച്ചിട്ടാണ് അവർ നിങ്ങളെ വിലയിരുത്തുന്നത്. സോ യു ഡൺ ദിസ്, ഓക്കെ, എക്സ്ട്രാ ആയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല, ഫൈൻ. MBBS പോലെ ഒരു ഡിമാൻഡിങ് കോഴ്സാണ്, വേറെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ, ഒരു പ്രശ്നമില്ല. ആൻഡ് ഈവൻ ഇന്റർവ്യൂവിന് ഏത് കളർ സാരി ഉടുക്കണം എന്നത് തന്നെ ഞാൻ ആക്ച്വലി ഞാനാണ് പിക്ക് ചെയ്തത്. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് അവസാനം റിസൾട്ട് വന്നു. ആ കുട്ടിക്ക് IAS തന്നെ കിട്ടിയെന്ന് മാത്രമല്ല, ഇന്റർവ്യൂ മാർക്ക് വളരെ ഹൈ ആയിരുന്നു. അപ്പൊ പേഴ്സണലി അത് എനിക്ക് എന്ന് വെച്ചാൽ ഞാൻ കൂടെ ഇരുന്ന് ഓരോ സ്റ്റേജിലും കൂടെ ഇരുന്ന് മോൾഡ് ചെയ്ത് ഒരാൾ ക്ലിയർ ചെയ്തു എന്ന് പറയാവുന്ന പോലത്തെ ഒരു സംഭവമായിരുന്നു ശരിക്കും. ഇപ്പോൾ മാം പറഞ്ഞതുപോലെ തന്നെ ചില ഇങ്ങനെയുള്ള, അതായത് ഇപ്പോൾ മാമിൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പം നമുക്ക് നമ്മളെ തന്നെ ചിന്തിപ്പിക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കത്തില്ലേ? അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ മാമിന്? നമുക്ക് നോർമലി ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഇവർ ഇന്റർവ്യൂ പോകുന്ന സമയത്താണ്. ഇന്റർവ്യൂ പോകുന്ന സമയത്ത് അപ്പോഴാണ് അവർക്ക് മാക്സിമം കൺഫ്യൂഷൻസ് വരുന്നത്. പിന്നെ നമ്മൾ കൂടുതൽ അവരുടെ കൂടെ ഇരിക്കുന്നതും അപ്പോഴാണ്. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസുമായിട്ട് ആളുകൾ വരാറുണ്ട്. ചിലപ്പോഴെങ്കിലും നമ്മൾ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ അവരുടെ മോക്ക് ഇന്റർവ്യൂസ് പോലെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തീരെ വിചാരിക്കാത്ത രീതിയിലുള്ള ആംഗിൾസ്, പോയിന്റ്സ്, നമ്മുടെ ബേസിക്കലി നമ്മൾ വിചാരിച്ച ഒരു ഒപ്പീനിയൻ ആയിരിക്കില്ല അവർ പറയുന്നത്, പക്ഷെ വളരെ മനോഹരമായിട്ട് അങ്ങനെ പറയുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഒരു 2012 ബാച്ചിൽ ഞങ്ങൾ, അതായത് ഇനീഷ്യലി ഞങ്ങൾ 5 വർഷത്തോളം ചെന്നൈയിലായിരുന്നു. അപ്പൊ അവിടെ നിന്ന് വന്ന ഒരു കുട്ടി രൂപവർദ്ധിനി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ രൂപ പലപ്പോഴും പറയുന്ന പല പോയിന്റ്സും ഈ പറഞ്ഞ പോലെ നമ്മൾ അതിനു മുമ്പ് പലപ്പോഴും ആലോചിക്കാത്ത പെർസ്പെക്റ്റീവ് കാര്യങ്ങളെല്ലാം പറയാറുണ്ട്. കക്ഷി ആ വർഷം ഓൾ ഇന്ത്യ സർവീസ് റാങ്ക് താഴെയാണ്, പക്ഷെ ഇന്റർവ്യൂവിന് ആ വർഷത്തെ ഓൾ ഇന്ത്യ ടോപ്പറായിരുന്നു. 80% മാർക്ക് ഇന്റർവ്യൂവിന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രൂപ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഇതുപോലെ ഞാൻ അതിനു മുമ്പ് ആലോചിക്കാത്ത രീതിയിൽ അത്രയും ബ്രില്യൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന് തന്നെ വേറൊരു മറുവശമുണ്ട്. അതായത് ഇന്റർവ്യൂവിന്റെ സമയത്ത് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞു ഷീ വാസ് ദ ഓൾ ഇന്ത്യ ടോപ്പർ. അതേസമയം ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ വെറും 20% മാർക്ക് കിട്ടിയ ഒരാളെയും എൻ്റെ മുന്നിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആള് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞ ആൻസർ 2 ദിവസം എടുത്തു എനിക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാവാൻ. അത് ഐ തിങ്ക് ഐ ഷുഡ് ഗിവ് യു ആൻ എക്സ്പ്ലനേഷൻ. എന്താന്ന് വെച്ചാൽ തമിഴ്നാടാണല്ലോ. അപ്പം ഞാൻ ഈ പാർട്ടിയുടെ അടുത്ത് ചോദിച്ചത് എന്താണ്, തമിഴ്നാട്ടിൽ ഈ നടന്മാർക്കൊക്കെ ഭയങ്കര ആരാധക, കേരളത്തിൽ ഇപ്പോഴല്ലേ ഉള്ളൂ, അവിടെ നേരത്തെ ഉണ്ടല്ലോ. അപ്പൊ ഈ ആരാധകർ, ഈ ഫാൻ ക്ലബ്ബുകൾ, ഇതിന്റെ ഒരു ലോജിക് എന്താണ്, വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് എന്നാണ് ഞാൻ ചോദിച്ചത്. ഈ പാർട്ടി ഇതിന് പറഞ്ഞ ആൻസർ എന്താണെന്നറിയോ? ബിക്കോസ് പീപ്പിൾ ആർ ഇന്റലിജന്റ്. ശരിയാണല്ലോ. അല്ല, പക്ഷെ ഇങ്ങനൊരു ചോദ്യത്തിന് ബിക്കോസ് പീപ്പിൾ ആർ ഇന്റലിജന്റ് എന്ന് പറഞ്ഞപ്പോൾ സത്യമായിട്ടും എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു എന്താണ് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ആൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ വിട്ടു. ഈ കണ്ടിന്യൂഡ് വിത്ത് സെഷൻ. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നിട്ട് ഞാൻ കുറച്ചു നേരം ആലോചിച്ചു എന്തായിരിക്കും ഇങ്ങനെ ഒരു റിയാക്ഷൻ, ഒരു റീസൺ വേണ്ട. ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2 ദിവസം എടുത്തെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് അവസാനം കാര്യം മനസ്സിലായി എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആളുടെ മനസ്സിൽ, അതായത് നമ്മൾ ചിന്തിക്കുന്നത് അയാൾ വേറെ ഭാഷയിലാണ്, അയാൾ തമിഴിലാണ് ചിന്തിച്ചത്. അയാൾ ചിന്തിച്ചത് എന്താണ്, ആളുകൾ ഇങ്ങനെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടെന്ന് വെച്ച് അവർക്ക് ബുദ്ധിയില്ല എന്ന് നീ വിചാരിക്കരുത്. ഇതാണ് തമിഴിൽ ആലോചിച്ചത്. അതിനെ ഒന്ന് പോളിഷ്ഡായി ഇംഗ്ലീഷിൽ വന്നപ്പം ബിക്കോസ് പീപ്പിൾ ആർ ഇന്റലിജന്റ് എന്നായിപ്പോയി ആൻസർ. അത്രേ ഉള്ളൂ. അങ്ങനെയാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞല്ലോ 2 ദിവസം എടുത്തു എനിക്ക് ആള് വാട്ട് പ്രോംപ്റ്റഡ് ഇങ്ങനെ ഒരു റിയാക്ഷന്റെ റീസൺ കണ്ടുപിടിക്കാൻ എനിക്ക് കുറെ ബുദ്ധിമുട്ടേണ്ടി വന്നു. അപ്പൊ കുട്ടികൾ എപ്പോഴും നമുക്ക് അത്ഭുതങ്ങൾ, സർപ്രൈസുകൾ തരാറുണ്ട് നോക്കുമ്പോൾ. സത്യം പറഞ്ഞാൽ ഇപ്പൊ മാം അത് കുറച്ചുകൂടെ എന്താ പറയാ, അത് ഡിഫൈൻ ചെയ്തപ്പോൾ ഞാനും ആലോചിക്കണം, ശരിയാണല്ലോ, ആ മനുഷ്യൻ അങ്ങനെയും പറയാനൊരു റീസൺ ഉണ്ടല്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം സ്റ്റുഡൻസിനെ ടീച്ചേഴ്സ് ഇൻസ്പയർ ചെയ്യുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നേരെ തിരിച്ച് ടീച്ചറിന്, അതായത് മാമിന്റെ ലൈഫിൽ ഒരു സ്റ്റുഡൻറ് ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ മാമിനെ? ഒരുപാടുണ്ട്. അതായത് എനിക്ക് എപ്പോഴും ഏറ്റവും വലിയൊരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ആളുകളെ പഠിപ്പിക്കാനുള്ള ഒരു യോഗം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റിനെ കുറിച്ച് തന്നെ ഇവിടെ പറയേണ്ടി വരും. ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് എന്തായാലും സന്തോഷം. ആളെക്കുറിച്ച് പറയാൻ എൻ്റെ അതേ പ്രായമാണ് ശരിക്കും. പക്ഷേ ഞാൻ 27 വയസ്സിൽ സർവീസ് കിട്ടി, 28 വയസ്സിൽ ഫുൾ ടൈം കോച്ചിങ്ങിലോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ മുന്നിൽ സ്റ്റുഡൻ്റായിട്ട് വന്ന ആളാണ്. അപ്പോൾ ആ വർഷം, ആദ്യത്തെ വർഷം നമ്മളുടെ അവിടെ
ജസ്റ്റ് ഒരു ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമിന് വന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ആ 1 ഇയറിൽ തന്നെ എനിക്ക് ആളുടെ കാലിബർ മനസ്സിലായി. ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് എഞ്ചിനീയറാണ്, സോഷ്യൽ സർവീസ് പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ അങ്ങനെ പല പരിപാടികളും ഉള്ള ആളാണ്. അപ്പോൾ ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വർഷം മെയിൻസ് ക്ലിയർ ചെയ്തില്ല. ആള് വീട്ടിൽ വന്നു, അടുത്ത വർഷത്തേക്ക് ഒരു പ്ലാൻ വേണം. അപ്പോൾ എനിക്ക് അഗെയിൻ ഞാൻ ഈ പറഞ്ഞല്ലോ, ഏറ്റവും ഇഷ്ടമുള്ള പണി എന്ന് പറഞ്ഞാൽ ഇതാണ്, നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഒരാൾക്ക് പ്ലാൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഏകദേശം ഒരു ഫുൾ ഡേ ഇരുന്നിട്ട് പ്ലാൻ ഉണ്ടാക്കി. ആ സമയത്ത് വേറെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിരുന്നു. പക്ഷെ ഒന്നും കുഴപ്പമൊന്നും ഉണ്ടായില്ല. എക്സാം ഒക്കെ കഴിഞ്ഞു, ഇന്റർവ്യൂ കോൾ വന്നു, ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂ പ്രതീക്ഷിച്ച് അത്ര നന്നായില്ല. ഇതെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്ന് നമ്മൾ റിസൾട്ട് ദിസ് 2009. അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ സൈറ്റിൽ എൻ്റെ ലാപ്പിൽ സൈറ്റിൽ ലോഡാവുന്നേ ഉള്ളൂ. അപ്പം ഈ വ്യക്തി വിളിച്ചു, മാം എൻ്റെ പേരിന്റെ നേരെ 9 എന്ന് കാണുന്നു, എന്താണ് അതിന്റെ അർത്ഥം? ഇതാണ് ആള് ചോദിച്ചത്. സോ ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു 9 എന്ന് കാണുമ്പോൾ 9th റാങ്ക്. എനിക്കോ? ഞാൻ പറഞ്ഞു വൈ നോട്ട്. അപ്പൊ അന്ന് എന്നിട്ട് ഈ പറഞ്ഞ 9th റാങ്ക് എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ തമിഴ്നാട് ടോപ്പറാണ്. അപ്പോൾ ഒരുപാട് മീഡിയ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി 11 മണിക്കാണ് കക്ഷി വീട്ടിൽ വരുന്നത്. സോ വി സെലിബ്രേറ്റഡ് ആൻഡ് ഫുള്ളി അധികം വേറെ പല കാര്യങ്ങൾക്കായിട്ടാണെങ്കിലും വീട്ടിൽ എപ്പോഴും വന്നും പോയി കൊണ്ടിരുന്നതാണ്. ദെൻ ഹി വെന്റ് ഓൺ ടു ട്രെയിനിങ്ങിന് പോയി. ബാച്ചിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആളെന്ന് പറയാം. കർണാടക കേഡർ കിട്ടി. ഇന്ത്യയിൽ ഏറ്റവും ചുരുങ്ങിയ കാലം കൊണ്ട് കലക്ടറായ വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. 4 വർഷത്തിനുള്ളിൽ തന്നെ കളക്ടറായി. അതായത് അത് നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല, ഈ ഇലക്ഷന്റെ ഒക്കെ സമയത്ത് ഇലക്ഷന് കലക്ടറാണല്ലോ ഇതെല്ലാം സ്വീകരിക്കുന്ന ആള്. അപ്പൊ ആ പോസ്റ്റിൽ ആ സമയത്ത് ഇരിക്കുന്ന കലക്ടർമാര് ക്ലീൻ റെക്കോർഡുള്ളായിരിക്കണം എന്ന് നിർബന്ധം. എന്തെങ്കിലും ഒരു കറപ്ഷൻ കേസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആ കലക്ടറെ ആ ഇലക്ഷൻ സമയത്ത് മാറ്റാൻ പറയും. അപ്പൊ അങ്ങനെ ഏറ്റവും ചുരുങ്ങിയ പ്രായത്തിൽ കലക്ടറായി. കർണാടകയിൽ 3 ജില്ലകളിൽ കലക്ടറായിട്ട് സേവനം അനുഷ്ഠിച്ചു. 2019 10 വർഷത്തിന് ശേഷം സർവീസ് വിട്ടു. നമ്മുടെ CIA പൗരത്വ നിയമത്തിന്റെ പ്രൊട്ടസ്റ്റ് ഒക്കെ വന്ന ആ ഒരു സമയത്ത് അതിൽ പ്രതിഷേധിച്ചിട്ട് സർവീസ് വിട്ടു. അതിനുശേഷം രാഷ്ട്രീയത്തിലേക്ക് പതുക്കെ ഇറങ്ങി കോൺഗ്രസിൽ ചേർന്നു. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തമിഴ്നാട്ടിൽ തിരുവള്ളൂർ ജില്ലയിൽ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ 5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തോടെ ജയിച്ച് ഇന്ന് പാർലമെന്റിലിരിക്കുന്നു ശശികാന്ത് സെന്തിൽ MP. ശശി ആണ്, അതായത് എൻ്റെ അതേ പ്രായമുള്ള ആളെന്നും കൂടെ ഞാൻ പറഞ്ഞു. ഇതുപോലെ ടാലൻ്റ് ഉള്ള ഒരു വ്യക്തി, തികച്ചും വ്യത്യസ്തമായി, അതായത് ടെക്നിക്കൽ ഫീൽഡിൽ നിന്ന് IAS വന്നു. അതിൽ അത്രയും മികച്ച പെർഫോമൻസ് നടത്തി. അത് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ആളെ പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി എന്ന് പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യക്തിയായിരിക്കും ആ ഒരു മനുഷ്യൻ. ഇപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചു. ഇനിയും എനിക്ക് മാമിനോട് ഇപ്പം പ്രിലിംസ് ആ ഒരു സമയത്ത് മാം എക്സാം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പ്രിലിംസ് കഴിഞ്ഞു, മെയിൻ കഴിഞ്ഞു, ഇൻ്റർവ്യൂവിലെത്തി, ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതിപ്പം സംസാരിച്ചാലോ. ഇപ്പോൾ സിവിൽ സർവീസ് എന്നൊരു പോയിന്റിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. ആ ഒരു ഡ്രീം അല്ലെങ്കിൽ ആ ഒരു സിവിൽ സർവീസ് ക്ലിയർ ചെയ്യണം എന്ന് ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. ഇപ്പോൾ കുറേ കുട്ടികൾ, കൊച്ചു കൂട്ടുകാരും ഒക്കെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും അവരോട് മാമിന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ആളുകൾ ഈ ഒരു സിവിൽ സർവീസ് എന്നൊക്കെ ആലോചിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഐഡിയ ട്രിഗർ ആവുന്നത് പലപ്പോഴും എന്തെങ്കിലും ഒരു സിംഗിൾ സംഭവം വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ ആളുകളെ കണ്ടിട്ടോ ഒക്കെ ആയിരിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഓഫീസറുടെ ഒരു റീല് വൈറലായി അത് കണ്ട് അതുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള സംഭവങ്ങളാണ് കൂടുതലും. എനിക്ക് ഈ നമ്മൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വരുമ്പോൾ അതിൽ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാണുന്ന, അതായത് ഈ ആക്ച്വൽ ജോലി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മളൊരു IAS പോലുള്ളൊരു പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 21 വയസ്സിൽ പരീക്ഷ എഴുതി തുടങ്ങാം. എങ്ങനെ പോയാലും നിങ്ങളൊരു 25 വയസ്സിൽ അത് ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് 60 വയസ്സ് വരെ ഉണ്ട്. അപ്പോൾ അങ്ങനെയെന്ന് പറയുമ്പോൾ തന്നെ ഒരു 35 വർഷത്തെ കരിയറാണ്. ഈ 35 വർഷത്തെ കരിയറിൽ IAS നിങ്ങൾ ഫീൽഡിൽ ജോലി ചെയ്യുന്നത്, അതായത് കലക്ടറും സബ് കലക്ടറുമായിട്ട് ജോലി ചെയ്യുന്നത് മാക്സിമം ഒരു 5 വർഷമേ കാണും. ബാക്കി 30 വർഷം നിങ്ങളൊരു ഓഫീസിൻ്റെ അകത്താണ്. അപ്പോൾ ആ ഒരു ജോലി ആക്ച്വലി എന്താണ് എന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഇല്ലാതെ നിങ്ങൾ ഈ പറഞ്ഞ വൈറലായിട്ടുള്ള റീല് മാത്രം കണ്ടിട്ടാണ് ഇതിലേക്ക് വരുന്നതെങ്കിൽ അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആവും. തീർച്ചയായിട്ടും. ഇപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. അതായത് നമ്മൾ ഈ ഇന്ത്യ ഗവൺമെൻറ് എന്ന് പറയുമ്പം നമ്മൾ ഇത്രയും വലിയ രാജ്യമാണ്, ഇത്രയും വലിയ ബ്യൂറോക്രസി. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ബ്യൂറോക്രസിക്ക് അവരുടെ ചില രീതികളുണ്ട്, സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു മിനിമം ധാരണ ഇല്ലാത്ത ഒരാളാണ് ഇതിൻ്റെ അകത്തേക്ക് വരുന്നതെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് വരും. പിന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും വലിയൊരു സിസ്റ്റം മുഴുവനായിട്ട് നിങ്ങൾ മാറ്റാനും പോകുന്നില്ല. അപ്പോൾ ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇതൊരു ടീം വർക്കാണ്. അപ്പോൾ നിങ്ങളൊരു ടീമിൻ്റെ പാർട്ടായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അപ്പം പക്ഷേ നമ്മൾ ഒരിക്കൽ പോലും ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള സിനിമകളാണെങ്കിലും അങ്ങനെ മറ്റ് കാര്യങ്ങളാണെങ്കിൽ പോലും
നിങ്ങൾ ആ ഒരു ടീം പാർട്ട് കാണുന്നേ ഇല്ല. ശരിയാണ്. അപ്പം അത് കാരണം തെറ്റിദ്ധാരണ വരും. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഇങ്ങനൊരു ആഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊരു സപ്പോസ് സ്കൂളിലോ കോളേജിലോ നിങ്ങളൊരു കലക്ടറെ കാണാനോ ഒക്കെയുള്ള ഒരു സാധ്യത, നേരിട്ട് കാണാനുള്ള ഒരു അവസരമൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഒരു ആവറേജ് ഡേ എങ്ങനെയായിരിക്കും, എന്തൊക്കെയാണ് ചെയ്യുക, എന്തൊക്കെയാണ് ചലഞ്ചസ്, എന്തൊക്കെയാണ് നേച്ചർ ഓഫ് വർക്ക്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമായി. അതെന്താണെന്ന് വെച്ചാൽ ഈ സിവിൽ സർവീസ് പരീക്ഷയാണെങ്കിലും നിങ്ങളുടെ ഈ കരിയറിൻ്റെ റിക്വയർമെൻറ്റ്സ് വെച്ചിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കരിയർ, ഇതുപോലൊരു കരിയറിൽ നമ്മൾ എന്തൊക്കെ ആണ് നമുക്ക് ആവശ്യമുള്ള ക്വാളിറ്റീസ് എന്നുള്ളത് അത് ഓരോ സ്റ്റേജിലും ചെക്ക് ചെയ്യുന്നുണ്ട്. ഒരു ടിപ്പിക്കൽ എക്സാമിൻ്റെ ഒരു മെത്തേഡല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കരിയറിൻ്റെ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സാമിനെ ബെറ്ററായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനെക്കുറിച്ച് വൺസ് യു അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത്, സ്റ്റാർട്ടിങ് നിങ്ങൾ ആ ഒരു കരിയറിൻ്റെ റിക്വയർമെൻറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. മെയിൻലി നമ്മളതാണ് ആദ്യം ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ പല തെറ്റിദ്ധാരണകളും നമുക്ക് ഉണ്ടാകാറുണ്ടല്ലോ. ഇപ്പോൾ സിനിമ കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒരു റീല് കണ്ടിട്ടാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടാകാറുണ്ട്. ചിലപ്പം ആ ഒരു പോയിന്റിൽ ഇത് ഒരു പാഷനായിട്ടും അല്ലെങ്കിൽ ഇതൊരു കരിയറാക്കിയാൽ കൊള്ളാമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കും അല്ലേ. എന്നാൽ ഇതിൻ്റെ ഉപരി മാമിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം ഇതിപ്പോൾ ഒരു കരിയർ ആക്കണം എന്നാഗ്രഹമുള്ള ഒരു പാഷനാക്കി അല്ലെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് വരുന്ന ഒരുപാട് കുട്ടികളുണ്ടായിരിക്കുമല്ലോ. എസ്പെഷ്യലി ഈ ഒരു ഗ്രാമീണ മേഖലയിൽ നിന്ന് വരുന്ന പെൺകുട്ടികളും ഉണ്ടായിരിക്കും. അപ്പോൾ മെൻ്റലിയും അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. ഇത് ചിലപ്പോൾ ആദ്യത്തെ ഒരു തോട്ട് ഇത് എന്നെക്കൊണ്ട് പറ്റുമോ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമായിരിക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അവരോട് എന്താണ് മാമിന് പറയാനുള്ളത്? ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ സിവിൽ സർവീസ് ശരിക്കും ഇപ്പോൾ ഒരു ചെറിയ സിറ്റീസും ഗ്രാമങ്ങളിലും ഉള്ളവരുടെ ഒരു ചോയ്സാണ്. ടിപ്പിക്കൽ വലിയ സിറ്റീസിലുള്ള ആളുകൾ സിവിൽ സർവീസ് എടുക്കുന്നത് വളരെ കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉള്ളതുകൊണ്ടും പിന്നെ ഒരുപാട് പേര് വിദേശത്ത് പോകുന്നതുകൊണ്ടും അങ്ങനത്തെ കാരണങ്ങളുമുണ്ട്. ഇവിടെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്രാമീണ മേഖലകളിൽ നിന്നൊക്കെ വരുന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ചും പാരൻസിന് ഈ എക്സാമിൻ്റെ നേച്ചറിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്തത് ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മറ്റ് എക്സാംസിനും ട്രൈ ചെയ്യാൻ പറ്റും. ഒരു ജോലി കിട്ടുന്നത് അൾട്ടിമേറ്റ്ലി നടക്കും. അങ്ങനെയുള്ളൊരു റിയലിസ്റ്റിക് അപ്രോച്ച് ആ ഒരു എക്സാമിൻ്റെ ചലഞ്ചസ് ആൻഡ് നേച്ചർ എന്ന് പറയുന്നൊരു സംഭവം അത് പാരൻസിനും കൂടി റിയലിസ്റ്റിക്കായിട്ട് ഒന്ന് മനസ്സിലാവുകയാണെങ്കിൽ അവർക്ക് ബെറ്ററായിട്ടുള്ള സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും വീട്ടിൽ നിന്ന് മാരേജ് പോലുള്ള കാര്യങ്ങൾക്കുള്ള പ്രഷർ വരുന്നത് ഒരു പ്രശ്നമാണ്. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കാണെങ്കിലും ഇപ്പം അത്തരത്തിലുള്ള പ്രഷറുകളും ഉണ്ട്. അപ്പം പാരൻസ് ഇതിനെ റിയലിസ്റ്റിക്കായിട്ട് മനസ്സിലാക്കി കൂടെ നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ സിവിൽ സർവീസിൽ എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ, ഫ്രണ്ട്സ്, പിയർ ഗ്രൂപ്പ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ എക്സാമിൻ്റെ ശരിക്കുള്ള പ്രഷർ നിങ്ങൾ ആ ഒരു കടന്നു പോകുന്ന ആ ഒരു സംഘർഷം എന്ന് പറയുന്നത് അവർക്കാണ് ശരിക്കും മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു ഗ്രൂപ്പ് കൂടെ ഉണ്ടാക്കി വെക്കേണ്ടത് വളരെ ആവശ്യമാണ്. നമ്മളിപ്പോൾ കാര്യം കോമ്പറ്റീഷൻ ആണെന്ന് പറഞ്ഞാലും നമുക്ക് ഒറ്റയ്ക്കിരുന്ന് ആരും കാണാതെ പഠിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് അതിൻ്റെ പ്രഷർ താങ്ങാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു നല്ല ഗ്രൂപ്പ് ഉണ്ടാവുക, ആൻഡ് പാരൻസിൻ്റെ അടുത്ത് റിയലിസ്റ്റിക്കായിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വർഷം സിവിൽ സർവീസ് കേരളത്തിലെ ടോപ്പറായിട്ടുള്ള കുട്ടി ശ്രീജ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ കാര്യം ഇതുപോലെ ചുമരിൽ റാങ്ക് എഴുതി വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതെ ഈ ഒരു 1-2 അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. പക്ഷേ അത്ര എളുപ്പമായിരിക്കില്ല പലർക്കും ചിലപ്പോൾ. അപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു സിംഗിൾ എക്സാമ്പിൾ മാത്രം വെച്ചിട്ടാണ് ഇപ്പം നമ്മളിതിന് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പാരൻസ് അമിതമായിട്ടുള്ള എക്സ്പെക്റ്റേഷൻസ് വെക്കുകയാണെങ്കിൽ അത് പലപ്പോഴും ഭയങ്കര പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒന്ന് അവരെ ഇത് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധ്യത എനിക്ക് തോന്നുന്നു ആ പ്രഷർ ഓട്ടോമാറ്റിക്കലി കുറയുന്നതാണ്. ഞാനിനി ഒരു ചോദ്യം ചോദിക്കുകയാണ് മാമിനോട്. ഇപ്പം നമ്മൾ സ്ത്രീ സുരക്ഷയെ പറ്റിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കിലേക്ക് വരികയാണ്. നമ്മുടെ കേരളത്തിൽ സ്ത്രീ സുരക്ഷ എന്ന് പറയുമ്പോൾ അത് എത്രമാത്രം പ്രാവർത്തികമാണ്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു വാക്കിൽ കാര്യമുണ്ടെന്ന് മാമിന് തോന്നുന്നുണ്ടോ? കേരളത്തിൽ നമുക്ക് ഈ പറഞ്ഞ സ്ത്രീകൾ ജോലിക്ക് പോകുന്നത് സാധാരണമാണ്, വിദ്യാഭ്യാസം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. പക്ഷേ സുരക്ഷയുടെ കാര്യങ്ങൾ വരുമ്പം ഇപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾ അതിൻ്റെ നേച്ചർ, ഇപ്പോൾ പണ്ട് സ്ത്രീകൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നല്ല, ഉണ്ടായിരുന്നു. അതെ. ഇപ്പം പക്ഷേ നമുക്ക് അത് നേരിട്ടുള്ള അക്രമങ്ങൾ, അതായത് ചെറിയ പ്രകോപനങ്ങൾക്ക് പോലും
ഈ കൊലപാതകവും ആസിഡ് ഒഴിക്കലും പോലെയുള്ള കാര്യങ്ങൾ അതൊരു സ്ഥലത്ത്. മറ്റൊന്ന് നമ്മൾ ഈ സൈബർ സ്പേസ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഉള്ള തികച്ചും നിരുപദ്രവം എന്ന് പറയാവുന്ന കാര്യങ്ങൾ പറയുന്ന ആളുകളുടെ ഇതിൽ തമ്മിലുമുള്ള ആ ഒരു സൈബർ അറ്റാക്കുകൾ. അപ്പോൾ അത് ഒരു കൺസേൺ ആണ്. നമ്മളിപ്പം സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ലോകവ്യാപകമായിട്ട് നടക്കുന്ന ചില ട്രെൻഡുകൾ, അതായത് ഈ മാനോസ്ഫിയർ എന്ന് പറയുന്ന ഒരു സംഭവം, അതിപ്പോൾ ആളുകൾക്ക് മനസ്സിലായി വരുന്നുണ്ട്. അപ്പം പുരുഷന്മാർ ആണ് വിക്ടിംസ്, സ്ത്രീകൾക്കാണ് എല്ലാ നിയമങ്ങളും അനുകൂലം എന്ന് പറയുന്ന വളരെ എക്സ്ട്രീം എന്ന് തന്നെ പറയാവുന്ന ആൻറ്റി വിമൻ എന്ന് പറയാവുന്ന ഒരു ചിന്താധാര വളർന്നു വരുന്നുണ്ട്. വളരെ ചെറിയ കുട്ടികൾ, 10 വയസ്സിന് താഴെയുള്ള കുട്ടികളിലേക്ക് ഇത് വളരെ ശക്തമായിട്ട് എത്തുന്നുമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ പോലെയുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകിച്ചും, അതും ആളുകൾ ഈ സോഷ്യൽ മീഡിയ അത്ര വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് സ്ത്രീ സുരക്ഷയെക്കുറിച്ച് നമ്മൾ കുറച്ച് ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അതായത് പൊതു ഇടങ്ങളിൽ ഉള്ള ഒരു അക്രമത്തിനെ എങ്ങനെ നേരിടണം എന്നുള്ള കാര്യം. ഇപ്പം ഈ അടുത്ത കാലത്ത് നമുക്കറിയാവുന്നതുപോലെ ഒരു വീഡിയോ എടുക്കുകയും അതുമൂലം ഒരാൾ ആത്മഹത്യ ചെയ്യുകയും ചെയ്തൊരു സംഭവം. അപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൈബർ ലോകത്ത് നടന്ന ചർച്ചകൾ, അതിൽ റീലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ആ പെൺകുട്ടി മനഃപൂർവ്വം അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന രീതിയിലുള്ള കമൻറ്റുകളുണ്ട്. എനിക്ക് പക്ഷേ ആ വീഡിയോ കണ്ടപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല തോന്നിയത്. അങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം എനിക്ക് കൃത്യമായിട്ട് ഉത്തരവില്ല. അത് ഈ പറഞ്ഞ പോലെ വ്യക്തികളെ അനുസരിച്ചിരിക്കുന്നു. പക്ഷേ അങ്ങനെ ആ പെൺകുട്ടി ആരോപിച്ച ക്രൈം അവിടെ നടന്നു എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും. നമ്മൾ ഇത്രയും കാലം കേരളത്തിൽ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ പറഞ്ഞ സംഭവം അവിടെ വ്യക്തമായിട്ട് നടന്നിട്ടുണ്ട്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പം അയാൾ ആത്മഹത്യ ചെയ്തത് ഈ വീഡിയോ മാത്രമാണോ കാരണം എന്നുള്ളത് അന്വേഷിക്കേണ്ടത് രണ്ടാമത്തെ കാര്യം. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. പിന്നെ സ്ത്രീകളുടെ കാര്യത്തിൽ ഒരു സൈഡിൽ സ്ത്രീകൾ ദുർബലരാണ് എന്ന് പറയുകയും വേറൊരു സൈഡിൽ സ്ത്രീകൾ അങ്ങേയറ്റം എന്താ പറയുക, നമ്മൾ ഭയങ്കര കണ്ണിങ് ആണ് എന്ന് പറയുകയും ചെയ്യുന്ന രണ്ട് എക്സ്ട്രീമിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കൺഫ്യൂഷൻസ് നമുക്ക് പെൺകുട്ടികളോട് പ്രത്യേകിച്ച് പൊതുവേ പറയാനുള്ളത്, നമ്മൾ അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഒരു സൈഡ്, പേഴ്സണലി നിങ്ങളുടെ സ്വന്തം ഇപ്പം ഒരുപാട് പേര് ഇപ്പോൾ ആക്ച്വലി അങ്ങനെയുള്ള ഹാഷ്ടാഗുകൾ പോകുന്നുണ്ട്. അതായത് നിങ്ങളെ രക്ഷിക്കാൻ വേറൊരാൾ വരും എന്ന് അല്ലാതെ സ്വന്തമായിട്ട് ആ ഒരു കോൺഫിഡൻസ്, ഇപ്പം എല്ലാവരും ഉടനെ പോയി മാർഷൽ ആർട്സ് പഠിക്കണം അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ആക്ച്വലി കോൺഫിഡൻസ് മാർഷൽ ആർട്ട് കൊണ്ട് മാത്രം വരുന്ന ഒരു സാധനമല്ല. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ്, അവനവൻ്റെ കാര്യം നോക്കുക, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പറയുക, നമ്മളുടെ കാര്യങ്ങൾ, അതായത് നമ്മുടെ കാര്യങ്ങൾ അവസാനത്തേക്ക് മാറ്റി വെക്കാതിരിക്കുക എന്നുള്ള പോലുള്ളൊരു കാര്യം, അത് അക്രമത്തിൻ്റെ കാര്യം വരുമ്പോൾ പോലും അത് ചെയ്യാന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മൾ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, നമ്മളുടെ ആ ഒരു ബോഡി ലാംഗ്വേജും ഇതൊക്കെ കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു മനസ്സിലാവുന്ന രീതിയിൽ നിൽക്കുക എന്നുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പം നമ്മുടെ ഒരു രീതി അനുസരിച്ചിട്ട് വിക്ടിമായിട്ട് പോയാലും നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന ഒരു തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുമ്പോൾ അതാണ്. അപ്പം പ്രതികരിക്കേണ്ടത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച്, സാഹചര്യം അനുസരിച്ചിട്ടാണ്. അപ്പം ബേസിക്കലി ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, സപ്പോർട്ട് തരുന്ന ആളുകളുടെ, ഇപ്പം നിങ്ങൾ എപ്പോഴും കുറ്റപ്പെടുത്താനും ആളുണ്ടാവും, പക്ഷെ സപ്പോർട്ട് ചെയ്യാനും. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ അങ്ങനെ ഒരു സിസ്റ്റത്തെ കണ്ടുപിടിക്കുക, അവരുമായിട്ട് ചേർന്ന് നിൽക്കുക എന്ന് മാത്രമേ എനിക്കിതിൽ പൊതുവേ പറയാനുള്ളൂ. നമുക്ക് ചെയ്യാനുള്ളതാണ് അല്ലേ. ഇപ്പോൾ ഇനി ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം പൊതുവേ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നവരെ നമ്മൾ പറയാറുണ്ട് ഫെമിനിസ്റ്റ് എന്ന് പറയാറുണ്ട് അല്ലേ. ചിലപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി തന്നെ സംസാരിക്കുമ്പോഴായിരിക്കും ആ ഒരു പേര് നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ടായിരിക്കുക. മാമിൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ ഫെമിനിസം എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഫെമിനിസം അക്കാഡമിക്കലി പഠിച്ചിട്ടുള്ള ആളും കൂടി ആയതുകൊണ്ട് ടെക്നിക്കൽ സൈഡിൽ നിന്ന് പോലും അത് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഫെമിനിസം എന്ന് പറയുമ്പം അതിൽ ഈ സാങ്കേതികമായിട്ട് പറഞ്ഞാൽ നമ്മൾ ലോകവ്യാപകമായിട്ട് നമ്മൾ മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ വളരെ നമുക്ക് ആലോചിച്ചാൽ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരുപാട് നിയമങ്ങൾ സ്ത്രീകൾക്ക് അഗൻസ്റ്റായിട്ട് ലോകം മുഴുവനും ഉണ്ട്. അതായത് വിശ്വാസങ്ങളും കീഴ്വഴക്കങ്ങളും അല്ല, ശരിക്കും നിയമങ്ങൾ. ഇപ്പോൾ ഇസ്രായേൽ പോലൊരു രാജ്യത്ത് സ്ത്രീകൾക്ക് ഡൈവോഴ്സിന് ഫയൽ ചെയ്യാൻ വളരെയധികം സാങ്കേതിക പ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ള നിയമങ്ങൾ, അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ തുടക്കം. സ്ത്രീകൾക്കും അവകാശങ്ങളുണ്ട്. അപ്പം നമ്മളുടെ ഒരു ചിന്താഗതിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഈ എന്തെങ്കിലും ഒന്ന് നശിച്ചാലേ വേറൊന്നും നന്നാവുള്ളൂ എന്ന് ചിന്തിക്കുമ്പോൾ സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പുരുഷന്മാരുടെ അവകാശങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു എന്ന രീതിയിൽ ആളുകൾ എടുക്കുന്നിടത്താണ് ഈ കൺഫ്യൂഷൻ മുഴുവൻ വരുന്നത്. പിന്നെ വേറൊരു പ്രശ്നം, നമ്മൾ ഇപ്പോൾ പലർക്കും മനസ്സിലാവാത്തൊരു കാര്യം, നമ്മൾ ഈ പാട്രിയാർക്കി എന്ന് പറയുന്നൊരു വാക്ക് പറയുമ്പോൾ
പാട്രിയാർക്കിയിൽ പുരുഷന്മാർക്ക് അഡ്വാൻറ്റേജ് ആണ്, സ്ത്രീകൾക്ക് ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയും. പാട്രിയാർക്കി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് പോലും അത്ര ശരിയല്ല. പാട്രിയാർക്കിയുടെ ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ ഇങ്ങനെയാണ് പുരുഷന്മാർ ഇങ്ങനെയാണെന്ന് വളരെ റിജിഡ് ആയിട്ടുള്ള സ്റ്റീരിയോ ടൈപ്സ് ഉണ്ടാക്കി വെക്കുക എന്നുള്ളതാണ് ശരിക്കും പാട്രിയാർക്കി. പുരുഷന്മാരായാലും ഈ പറഞ്ഞ ധീരവീര പരാക്രമികളായിരിക്കണം, കരയാൻ പാടില്ല, എല്ലാം ഉത്തരവാദിത്തങ്ങൾ എടുക്കണം, ലീഡർഷിപ്പ് എടുക്കണം. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വീക്കാണ്, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കാണുമ്പോൾ ക്ഷമയുടെ മാത്രമല്ല, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കാണുമ്പോൾ ബോധം കെട്ടു വീഴും. ഒരു ഇഷ്യൂ വന്നാൽ ഡിപ്പെൻഡന്റ് ആയിരിക്കണം, വീക്ക് ആയിരിക്കണം. എന്നിട്ട് നമ്മൾ കുറെ ജോലികൾ പുരുഷന്മാർക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കും, കുറെ ജോലികൾ സ്ത്രീകൾക്കെന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഈ പുരുഷന്മാർ ചെയ്യുന്ന ജോലികൾ സുപ്പീരിയറും സ്ത്രീകൾ ചെയ്യുന്ന ജോലികൾ ഇൻഫീരിയറും. ഇങ്ങനെയാണ് ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പുരുഷന്മാർ ചെയ്യുന്നു എന്ന് പറയുന്ന ഈ ജോലികൾ സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് അപ്രീഷിയേറ്റ് ചെയ്യും. ഒരു വനിത ലോറി ഓടിച്ചു, അല്ലെങ്കിൽ ഹിമാലയം കയറി, ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. സുനിത വില്യംസ് ബഹിരാകാശത്ത് പോയി. നേരെ മറിച്ച് സ്ത്രീകളുടേത് എന്ന് പറഞ്ഞ് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത സാധനം പുരുഷന്മാർ ചെയ്താൽ അയാളെ ഭയങ്കരമായിട്ട് കളിയാക്കും. എന്നുവെച്ചാൽ ഇൻഫീരിയർ സുപ്പീരിയർ ആ ഒരു ആംഗിളും കൂടി. ശരിയാണ്. അപ്പൊ ഇങ്ങനെയാ, ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ. ഇതുകൊണ്ട് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും ഭയങ്കര പ്രശ്നമുണ്ട്. ഞാൻ അഗെയിൻ എനിക്ക് വളരെ ഏറ്റവും അടുപ്പമുള്ള ഒരാളുടെ കാര്യം പറയാം. ഈ വ്യക്തി അതായത് ഞാൻ രണ്ടു പേരുടെ കാര്യം, ഒരാൾ എനിക്കറിയാവുന്ന വേറൊരു വ്യക്തി, അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര ടിപ്പിക്കൽ പാട്രിയാർക്കാണ്. മറ്റേ ആള് അതിനെക്കുറിച്ച് അത്ര കുറെ കൂടെ ഈ ടിപ്പിക്കൽ പാട്രിയാർക്ക് എന്ന് പറഞ്ഞ അയാൾ ജനിച്ചു വളർന്ന ജില്ല വിട്ടിട്ട് പുറത്തു പോയിട്ടില്ല. മറ്റേ ആൾ ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ടാണെന്ന് അറിയില്ല, അയാൾക്ക് കാര്യങ്ങളെക്കുറിച്ച് വിശാലമായ കാഴ്ചപ്പാടുണ്ട്. അപ്പം ഈ നമ്മുടെ പാട്രിയാർക്കിന്റെ വിചാരം പുരുഷന്മാരെന്ന് പറഞ്ഞാൽ എന്താണ്, അവർക്ക് വണ്ടികളെ കുറിച്ചൊക്കെ ഭയങ്കര ക്രൈസ് ആയിരിക്കണം, അതുപോലെ ഓൾ തിങ്സ് മസ്കുലിൻ. എനിക്കറിയില്ല, നമ്മുടെ മറ്റേ ആൾക്ക് വണ്ടികളെക്കാളും ഈ പറഞ്ഞ പോലെ ആർട്ട് ഇഷ്ടമാണ്. കുറച്ച് നാൾ ബിസിനസ് ഒക്കെ ചെയ്തിട്ടുള്ളത്, ടെക്സ്റ്റൈൽസ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് നല്ല ധാരണയുണ്ട്, കുക്കിംഗ് നന്നായിട്ട് അറിയുന്ന ആളാണ്. അപ്പം എന്തോ ഒരു തവണ നമ്മൾ എന്തോ ഒരു സാധനം വാങ്ങാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ ചെടികൾ വാങ്ങാൻ പോയി. നമ്മൾ ഇതിനൊക്കെ ചെടികൾ വാങ്ങാൻ പോയപ്പോൾ ഇയാൾക്ക് ചെടികളെ കുറിച്ച് നല്ല ധാരണയുണ്ട് മറ്റേ ആൾക്ക്. അപ്പൊ ചെടികളെ കുറിച്ച് അവിടെയുള്ള ആളായിട്ട് വളരെ വിശദമായിട്ട് സംസാരിച്ചതെല്ലാം വാങ്ങിയപ്പോൾ മറ്റേ ആള് ഇത് സ്ത്രീകൾ സാരിക്കടയിൽ പോയ പോലെയാണല്ലോ എന്നൊരു കമന്റ് പറഞ്ഞു. രസം എന്താണെന്ന് വെച്ചാൽ മറ്റേ ആൾക്ക് സാരികളെ കുറിച്ചും നല്ല ധാരണയുണ്ട്. അപ്പൊ അതും കൂടി അറിഞ്ഞാൽ ഇയാളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരുടെ മൈൻഡ് സെറ്റ് ആണല്ലോ നമ്മൾ നോക്കുമ്പോൾ. അത് പ്യൂർ അതാളുടെ ജെൻഡറോ ഇതോ ഒന്നും ആയിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. അതാണ്. പക്ഷെ മറ്റേയാൾ അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അതാണ് ഇപ്പൊ അതുപോലെ ഇപ്പൊ നമ്മൾ ഈ ബ്ലൂ പിങ്ക് എന്ന് പറഞ്ഞാൽ ഗേൾസ് എന്ന് പറഞ്ഞാൽ എപ്പം നോക്കിയാലും പിങ്ക് കൊണ്ട് നമുക്ക് വഴി നടക്കാൻ പറ്റാത്ത പിങ്ക് ഷൂസ്. ഞാൻ ജോഗിങ് ഷൂ വാങ്ങാൻ പോയപ്പോ എനിക്ക് പിങ്ക് ഷൂ, എനിക്കിതൊന്നും പറ്റില്ല. എനിക്കത് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. അതെ, ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് ഇപ്പൊ പെൺകുട്ടികളെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് പിങ്ക് കളർ അതാണ്, അല്ലാത്തൊരു ഡ്രസ്സ് കിട്ടണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുരുഷന്മാർക്ക് ഈ പറയുന്ന പോലെ ബ്ലൂ, എനിക്കും അത് മനസ്സിലായി. അപ്പൊ അതുകൊണ്ടുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ആൺകുട്ടികൾക്കും പ്രശ്നമാണ്. അതെ, ഈ പാട്രിയാർക്കി പോലുള്ള ഒരു സിസ്റ്റം കുറച്ച് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ബോയ്സിനും അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും. കാരണം അവർക്ക് ഈ പറയുന്ന പോലെ കുറച്ച് എന്താ പറയുക ചട്ടക്കൂടുണ്ട്. ഇപ്പൊ മാം പറഞ്ഞതുപോലെ തന്നെ പുരുഷന്മാരെ സംബന്ധിച്ച് പുരുഷന്മാർക്ക് അറിയാൻ പാടില്ല നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ ഭൂമിയോളം ക്ഷമിക്കേണ്ടവളാണെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. ഇത് രണ്ടും ഈ ഒരു സമൂഹം അടിച്ചേൽപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതില് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ചെന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് ഒരാൾ ചിന്തിച്ചാൽ ഉടനെ ആളുകൾ ഭയങ്കരമായിട്ട് പാനിക്കാവുന്ന മാത്രമല്ല ഈ പറയുന്ന പോലെ ആ ഒരു വ്യക്തി ഓട് വൺ ഔട്ടായിട്ട് മാറി നിൽക്കും. കളിയാക്കലുകൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു വ്യക്തിയായിട്ട് ചിലപ്പോൾ അത് മാറാറുണ്ട്. അതായത് ഇപ്പം നമ്മുടെ നാട്ടിലിപ്പോ ഒരു ആൺകുട്ടിക്ക് ഒരു പിങ്ക് ഷർട്ട് ഇടാൻ പോലും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ശരിയാണ്. ഇത് പെൺകുട്ടികളുടെ കളറാണ്. അല്ലെങ്കിൽ എനിക്ക് കൊച്ചിലെ അങ്ങനെ പറഞ്ഞു, നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല, അത് പ്യൂർലി വെസ്റ്റേൺ ഒരു രീതിയാണ് ഈ ബ്ലൂം പിങ്കും. പക്ഷെ ഇപ്പൊ വന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴുണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മളാണെങ്കിൽ മെൻ വിമൻ വിട്ടിട്ട് നമ്മൾ മറ്റ് ജെൻഡറുകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാലവും കൂടിയാണ്, അത് ഓർക്കണമല്ലോ. അത് സത്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നമ്മൾ ആ ഒരു ബൈനറിയിൽ മാത്രം ചിന്തിക്കുന്നതിന്റെ അതിൻ്റെതായ പ്രശ്നങ്ങൾ അത് വേറെയും ഉണ്ട്. പിന്നെ പലപ്പോഴും ഈ ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്ന പലരും പുരുഷ വിരോധം പറയുന്നത് പോലെ തോന്നുന്നത് അത് പേഴ്സണൽ അനുഭവങ്ങൾ കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ആയിരിക്കാം. കാരണം അനുഭവങ്ങളാണല്ലോ നമ്മളിങ്ങനെ. ഇപ്പൊ മലയാളത്തിലെ തന്നെ ഇന്ദു മേനോൻ എന്ന് പറയുന്ന എഴുത്തുകാരി, ഇന്ദു എന്റെ ജൂനിയറാ, കോളേജ് ജൂനിയറാ. അപ്പൊ ഇന്ദു പറയുന്നത് അവരുടെ ചുറ്റുപാടുള്ള അത്രയും അവര് ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഏരിയയിലായിരുന്നു. അപ്പൊ അവിടത്തെ ആളുകള്
ആ ഒരു എക്സ്ട്രീം, ഒരു കൂട്ടർക്ക് കിട്ടുന്ന എക്സ്ട്രീം പ്രിവിലേജും മറ്റൊരു കൂട്ടർക്ക് കിട്ടുന്ന ആ ഒരു എക്സ്ട്രീം ഡിസഡ്വാൻറ്റേജും കണ്ടിട്ട് പലപ്പോഴും ഒരു എക്സ്ട്രീമായ വ്യൂസിലേക്ക് പോകുന്നതായിരിക്കാം എന്നുള്ളതാണ്. ശരിയായിരിക്കും മാം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് നമ്മുടെ ചുറ്റും നടക്കുന്ന അനുഭവങ്ങളാണല്ലോ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പം ഞാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം ആണുങ്ങൾക്കാണെങ്കിൽ ഉറപ്പായിട്ടും ജോലിക്ക് പോകണം, സ്ത്രീകൾക്ക് വേണേൽ ജോലിക്ക് പോവാതിരിക്കാം. അതുപോലെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അവന് 4 സിസ്റ്റേഴ്സ് ആണെങ്കിൽ അവരെ കല്യാണം കഴിച്ചു വിടേണ്ട ഉത്തരവാദിത്തം അവനാണ്. ആ സിസ്റ്റം പ്രശ്നമാണ്. ഈ 4 പേരും ജോലിക്ക് പോയാൽ ഇയാൾ ഒറ്റയ്ക്ക് ജോലിക്ക് പോയി 4 പേർക്കും ചെലവിന് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. അവർക്ക് 4 പേർക്കും സ്വന്തമായിട്ട് വരുമാനം ഉള്ള ഒരു അവസ്ഥ. നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതെ, അതാണ്, അതും പോയിന്റാണ്. ഇനി മാമിൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് ഞാൻ വരുമ്പോൾ എന്തൊക്കെയാണ് മാമിൻ്റെ ഹോബീസ്? എന്തൊക്കെയാണ് അത്? ഈ പറഞ്ഞ പോലെ ഹോബീസ് എന്നൊക്കെ പറഞ്ഞാൽ ഒരുവിധം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വായന എപ്പോഴും ഉണ്ട്. വായന ഞാൻ ഹോബിയായിട്ട് പോലും കണക്കാക്കുന്നത് ശരിയല്ല. ഒരുപാട് മ്യൂസിക് കേൾക്കുന്നതാണ്, ഒരുപാട് സിനിമകൾ കാണുന്നതാണ്. ഒരുപാട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് തന്നെ പറയാൻ കാര്യം, ഞാനിപ്പോൾ ഒരു വർഷം ഒരു 400 സിനിമകളെങ്കിലും കാണുന്ന ആളാണ്. അതുകൊണ്ടാണ് ഒരുപാടെന്ന് പറഞ്ഞത്. അപ്പം അത്രയും. പിന്നെ ഈ പറഞ്ഞ പാട്ട്, ബാക്കി ഈ പറഞ്ഞ തിരുവനന്തപുരം പോലെ ഒരു സ്ഥലത്തുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് ഇഷ്ടംപോലെ പ്രോഗ്രാമുകളുണ്ട്. അപ്പം സ്പോർട്സ് ഒരുപാട് താല്പര്യമുള്ള ആളാണ്. വളരെ ക്ലോസ് ആയിട്ട് ഒരുപാട് ഗെയിമുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഡാൻസ് ആണെങ്കിലും ഞാൻ ഒരുമാതിരി ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യത്തിലും വളരെ ക്യൂരിയസ് ആയിട്ട് എല്ലാത്തിനെയും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഫുഡ്, കുക്കിംഗ് എനിക്ക് നല്ല മൂഡ്, അല്ലോ നോർമലി കുക്ക് ചെയ്യും, അല്ലാതെ നല്ല മൂഡ് വരുമ്പോൾ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുന്നത് വളരെ ഇഷ്ടമാണ്. പരീക്ഷണങ്ങൾ, പരിപാടികളൊക്കെ അത് നടത്താറുണ്ട്. അങ്ങനെ നോക്കുവാണെങ്കിൽ ഹോബികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പാട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോഴും ഉണ്ട്. ഒരു ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ഒരു കൊയറുണ്ട്, കൊയറിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമുകൾ, കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടെ അതുണ്ട്. ഫിലിം സൊസൈറ്റികളിൽ മെമ്പർഷിപ്പുണ്ട്. ഈ പറഞ്ഞ വായനയുണ്ട്. തിരുവനന്തപുരം പോലൊരു സ്ഥലത്ത് ഇതിനെല്ലാം ഉള്ള സൗകര്യങ്ങളും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, ചുറ്റുപാടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതെല്ലാം തന്നെ ഹോബികളുടെ കൂട്ടത്തിൽ ചേർക്കാൻ പോകുന്നു. ഇതിനിടയിൽ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഫ്രീ ആയിട്ടുള്ള ടൈം കിട്ടാറുണ്ടോ? ഫ്രീ സ്പേസ് ടൈമുണ്ട്. നമ്മളിപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനൊരു കരിയർ, ഇങ്ങനൊരു ലൈഫ് തിരഞ്ഞെടുത്തതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമ്മുടെ ടൈം നമ്മുടെ കയ്യിലാണ്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള പോലെ സമയത്തെ ക്രമീകരിക്കാനുള്ള ഒരു അവസരം, അതാണ് എനിക്ക് തോന്നുന്നു ഏറ്റവും. ഇപ്പം നമ്മൾ സർവീസിലായിരുന്നെങ്കിൽ എനിക്കെന്ന് പറഞ്ഞൊരു സമയം ഉണ്ടാവാൻ സാധ്യതയില്ല, മാറ്റിവെക്കാൻ. അതെ. അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സമയം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ക്രമീകരിക്കാം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു ലക്ഷറി ആയിട്ട് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കാര്യങ്ങളനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്തിട്ടാണ് എല്ലാം നടക്കുന്നത്. ഓക്കെ മാം, അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷമുണ്ട്. ആൻഡ് താങ്ക് യു നമ്മൾ വിളിച്ചപ്പോഴത്തേക്കും വന്നതിലും ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്തതിലും ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് മോസ്റ്റ്ലി എനിക്ക് പരിചയപ്പെടാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും ഇത്രയും അടുത്തിരിക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. ആൻഡ് ഇനിയും ഇതുപോലെ ഇവിടെ വന്നിരിക്കാനും ഇതുപോലെ ഒന്ന് ഇന്നോവേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കൂടെ കിട്ടട്ടെ എന്ന് കൂടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം നമുക്ക് ഇന്നത്തെ പിങ്ക് ഡയറീസ് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, അപ്പം സന്തോഷം. ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. അപ്പം ഓൾ ദ ബെസ്റ്റ് ടു ടീം ചേതന ആൻഡ് യു ഫോർ ഇൻവൈറ്റിംഗ് മീ, ഹാവിംഗ് മീ ഹിയർ. താങ്ക് യു മാം.